സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ റഹ്മത്ത്, വിൻബിൾ അക്കാദമി കൗൺസിലറാണ്. വിൻബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ മറ്റൊരു എപ്പിസോഡിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എല്ലാ ദിവസത്തേക്കാളും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെബിനാർ തന്നെയാണ് ഇന്ന് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓരോ ദിവസവും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയും മുന്നോട്ട് പോകുന്നതിന് ഒപ്പം തന്നെ ഇന്ന് നമ്മുടെ വിൻബിളിൽ തന്നെ നിങ്ങൾ എല്ലാവരും ണ്ടാവും നമ്മൾ ഡിപ്ലോമ ഇൻ ഇന്റഗ്രേറ്റഡ് മെഡിറ്റേഷൻ എന്നുള്ള ഒരു കോഴ്സ് നമ്മൾ ജനുവരി 19 സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. സോ അതിന്റെ ഒരു ഓറിയന്റേഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ തിരക്ക് പിടിച്ച ലൈഫിൽ പലപ്പോഴും പുറമെ സുഖമാണെന്ന് പറഞ്ഞാലും നമ്മുടെ മൈൻഡ് കാംനെസ് കിട്ടാത്ത അവസ്ഥ, അതുപോലെ ഫിയർ, ഓവർ തിങ്കിങ്, ഇമോഷണൽ ഇംബാലൻസ് തുടങ്ങിയ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളിലൂടെ നമ്മളൊക്കെ കടന്നു പോകുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തില് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലൈഫ് സ്കില്ലായി മാറേണ്ട ഒരു കാലം കൂടിയായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ അത്യാവശ്യമായി കൊണ്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മെഡിറ്റേഷൻ എന്നുള്ളത്. സോ നമുക്കൊക്കെ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ പല ഡൗട്ട്സ് ഉണ്ടാവും. എനിക്കത് ചെയ്യാൻ കഴിയുമോ? ഇതെങ്ങനെ ഒരു കരിയർ ആക്കി മാറ്റാൻ പറ്റും? എങ്ങനെ, എവിടെ തുടങ്ങണം? എങ്ങനെ ട്രെയിനിങ്ങിലോട്ട് ഇറങ്ങാൻ പറ്റും എന്നുള്ള ഒരുപാട് ഡൗട്ട്സുമായിട്ടായിരിക്കും നമ്മൾ എല്ലാവരും ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടാവുക. സോ നമ്മുടെ ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ടോട്ടൽ കാര്യങ്ങൾ മാം വളരെ നല്ല രീതിയിൽ തന്നെ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമ്മുടെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും, നമ്മുടെ സ്റ്റെഫി മാം ആണ്. മാം ഒരു EFT പ്രാക്ടീഷണർ ആണ്, സർട്ടിഫൈഡ് മെഡിറ്റേഷൻ ട്രെയിനർ ആണ്, തെറാപ്യൂട്ടിക് ന്യൂട്രീഷണൽ അഡ്വൈസർ ആണ്, അതോടൊപ്പം തന്നെ വെൽനസ് കോച്ച് കൂടിയാണ്. വർഷങ്ങളായി തന്നെ ഈ മെഡിറ്റേഷൻ, ഇമോഷണൽ ഹീലിംഗ്, വെൽനസ് മേഖലകളിൽ ഒരുപാട് പരിചയസമ്പന്നയും അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ലൈഫിൽ റിയൽ ചേഞ്ച് കൊണ്ടുവന്ന ഒരു മെന്റർ കൂടിയാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് നമുക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. സോ നമുക്കറിയാം, വിൻബിൾ അക്കാദമിയിൽ തന്നെ മാമിന്റെ വിൻബിൾ ആൽക്കമിസ്റ്റ് എന്നുള്ള ഒരു ഗ്രൂപ്പ് റൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹീൽ ദ ഹീലർ, അതുപോലെ ബ്രെത്ത് റെജുവേഷൻ എന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകളും ചക്ര ബേസ്ഡ് മെഡിറ്റേഷൻ കോഴ്സസും ഒക്കെ ആയിട്ട് നമ്മൾ മുമ്പും കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ ഒരു സെഷനിലൂടെ നമ്മുടെ മെഡിറ്റേഷൻ കോഴ്സ് എങ്ങനെയാണ്, അവിടെ സിലബസ് എന്തൊക്കെയാണ്, ആർക്കൊക്കെ ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും, എങ്ങനെ ഇത് നമുക്കൊരു കരിയർ ആക്കി മാറ്റാൻ പറ്റും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ മാം നമ്മോട് സംസാരിക്കും. സോ നമ്മുടെ ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെഷൻ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും നമ്മുടെ ഒരു വെബിനാറിലോട്ട് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സെഷൻ വളരെ മനോഹരമായി ലീഡ് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റെഫി മാമിനെ ഏറെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു. മാം, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. Thank you. Thank you, Rahmat ma'am. Yes. Hi all, good evening. എല്ലാവരും ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. എന്റെ വോയിസ് ഓഡിയബിൾ ആണോ? യെസ് മാം, ഓഡിയബിൾ ആണ്. ബ്രേക്കിംഗ് ഉണ്ടോ? ഇല്ല, ഓക്കെ ആണ്. എനിവേ ചിലപ്പോൾ ബ്രേക്ക് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്ന് വീഡിയോ പോസ് ചെയ്യാണ്. ഓക്കെ. അപ്പോ ഇതില് പുതിയ കുറച്ച് മെമ്പേഴ്സിനെ കാണുന്നുണ്ട്. ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർ അധികം കാണുന്നില്ല. എനിവേ പുതിയ ആൾക്കാരെ എനിക്കൊന്ന് പരിചയപ്പെട്ട കൊള്ളാമെന്നുണ്ട്. നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ്, എന്താണ് ഈ ഒരു ഓറിയന്റേഷൻ ക്ലാസ്സിലേക്ക് വരാനുള്ള ഒരു കാരണം, നിങ്ങൾ ചാറ്റ് ചെയ്താൽ മതി. ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ്, ഈ ഒരു ഓറിയന്റേഷൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ മുന്നേ പ്രാക്ടീസ് ചെയ്യുന്നവരാണോ എന്നുള്ളത് ആദ്യം ഒന്ന് പറയാം. മെഡിറ്റേഷൻ നിങ്ങൾ പ്രയർ എക്സ്പീരിയൻസ് ഉള്ളവരാണോ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ പ്രാക്ടീസസ് കൊടുക്കുന്നവരാണോ എന്നുള്ളത് ഒന്ന് ചാറ്റ് ചെയ്യാവോ? മെഡിറ്റേഷൻ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ഹാൻഡ് റൈസ് ചെയ്താലും മതി. പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടോ കണ്ടിന്യൂസ്ലി? യെസ്. ദെൻ ആരൊക്കെയുണ്ട്? മെഡിറ്റേഷൻ ടീച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യുന്ന, പറഞ്ഞു കൊടുക്കുന്ന, പ്രാക്ടീസ് കൊടുക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങളുടെ പ്രൊഫഷൻ റിലേറ്റ് ചെയ്തിട്ട്
മെഡിറ്റേഷൻ പ്രാക്ടീസസ് കൊടുക്കുന്ന എത്ര പേരുണ്ട്? ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. യൂട്യൂബ് ഉണ്ട്. ഓക്കെ, ഫൈൻ. യെസ്, മോർ അബൌട്ട് മെഡിറ്റേഷൻ. യെസ്, കറക്റ്റ്. അപ്പോ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. റഹ്മത്ത് മാം പറഞ്ഞതുപോലെ കറന്റ് ഒരു മെഡിറ്റേഷൻ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ആൻഡ് ഒരു സ്പിരിച്വൽ ഹീലർ ആൻഡ് കൗൺസിലർ ആണ്. ബ്രെത്ത് വർക്ക് ട്രെയിനിങ്ങും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അലോങ് വിത്ത് ന്യൂട്രീഷണൽ അഡ്വൈസർ ആണ്. ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ തെറാപ്യൂട്ടിക്കൽ ന്യൂട്രീഷൻ ആണ്. ആൻഡ് നാച്ചുറൽ ഡയറ്ററ്റിക്സും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് വർക്ക് ചെയ്തു വരുന്നത്. ആൻഡ് നമ്മളിവിടെ പഠിക്കുന്ന മെഡിറ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സർഫസ് ലെവൽ മെഡിറ്റേഷൻ എന്നതിനേക്കാളും ഒരു ഡീപ്പർ ലെവലിൽ കുറച്ചുകൂടി സബ് കോൺഷ്യസ് ലെവലിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇതേ സിലബസിലാണ് നിങ്ങൾക്കത് പറഞ്ഞു തരാനും ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്ന്, നമ്മളിൽ ഒരു മാറ്റം കൊണ്ടുവരാനും ഹീലിംഗ്, പീസ്ഫുൾനെസ്, ഇതിൻ്റെയൊക്കെ യഥാർത്ഥ എസൻസ്, അതിൻ്റെ ഒരു സ്വീറ്റ്നെസ് സ്വയമേ ആദ്യം അനുഭവിക്കാനും അനുഭവിച്ചതിന് ശേഷം അതിനെ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനും ആഗ്രഹിക്കുന്നവർ. ആർക്കാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കോഴ്സ് സ്യൂട്ടബിൾ എന്ന് ചോദിച്ചാൽ ആരാണോ സ്വയമേ ആ ഒരു ഹീലിങ്ങും ആ ഒരു പീസ്ഫുൾനെസ് അറ്റ്മോസ്ഫിയർ ഉള്ളിൽ ഇന്നർ സെൽഫിൽ അത് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവര് അവർക്കും, അതുപോലെ ആ അനുഭവിച്ചതായിട്ടുള്ള എല്ലാ ബെനിഫിറ്റ്സും മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ളവർക്ക് വളരെ സ്യൂട്ടബിൾ ആണ് എന്ന് പറയാം. അപ്പോൾ എന്താണ് ഈ ഒരു കോഴ്സിൽ അടങ്ങിയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു കോഴ്സിന് ഇൻ്റഗ്രേറ്റഡ് മെഡിറ്റേഷൻ എന്ന് അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ മെഡിറ്റേഷൻ എന്ന് പേര് വന്നത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് യഥാർത്ഥത്തിൽ നമ്മൾ മെഡിറ്റേഷൻ എന്നുള്ള വാക്ക് ഒരുപാട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഞങ്ങൾ ഈ ഒരു ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും കമ്പാരിറ്റീവ്ലി ഇപ്പോൾ കുറച്ചും കൂടി അധികം ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് മെഡിറ്റേഷൻ, മാനിഫെസ്റ്റേഷൻ, വിഷ്വലൈസേഷൻ, ദെൻ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നത് അല്ലേ. ഇപ്പൊ നമ്മൾ റീൽസ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് സ്പിരിച്വാലിറ്റി, മെഡിറ്റേഷൻ ജേർണി, വിഷൻ ബോർഡ്, മാനിഫെസ്റ്റേഷൻ. ഇതൊക്കെ ഒത്തിരി പേര് വളരെ നല്ല റിസൾട്ടുകൾ വളരെയധികം ഹാപ്പിനെസ്സോടുകൂടി ഷെയർ ചെയ്യുമ്പോൾ മറ്റു ചിലര് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും എഫേർട്ട് കിട്ടാത്തൊരു സിറ്റുവേഷൻ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ രണ്ട് രീതിയിൽ? ചില ആൾക്കാർ പറയുന്നു മാനിഫെസ്റ്റേഷൻ വർക്ക്ഔട്ട് ആണ്, മെഡിറ്റേഷൻ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്നു, എന്നാൽ ചില ആൾക്കാർ പറയുന്നു ഇതൊക്കെ സ്കാം ആണ്, അല്ലേ? അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ മെഡിറ്റേഷൻ? നമ്മൾ മനസ്സിലാക്കിയതിനപ്പുറത്തേക്ക് അത് എന്താണ് എന്നത് തിരിച്ചറിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. എന്താണ് മെഡിറ്റേഷൻ? മെഡിറ്റേഷൻ പ്രാക്ടീസസ് എന്താണ്? ഇതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്താണ്? കരിയറിൽ നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണ് എന്നൊക്കെ ഉള്ളതാണ്. നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു ലോകത്തിൽ ബേൺ ഔട്ട്സ് എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? ജോലി സംബന്ധമായിട്ടാണെങ്കിലും ബന്ധങ്ങളിലാണെങ്കിലും ഒക്കെ നമ്മൾ ഇങ്ങനെ എന്താണ് വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. ഇപ്പോ ജീവിതത്തിനെ നമ്മളൊരു സമചതുരായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ആ സമചതുരത്തിന് 4 വശങ്ങളുണ്ട്, അല്ലെ? ഏതൊക്കെയാണ് 4 വശങ്ങള്? നമ്മുടെ ജീവിതത്തില് 4 പില്ലേഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെ 4 വശങ്ങൾ, തുല്യമായിട്ട് നമ്മൾ എപ്പോഴും കൊണ്ടുപോകേണ്ട 4 വശങ്ങൾ ഏതൊക്കെയാണ്? പറയാവോ? സാധാ വശങ്ങൾ നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത്. നമ്മുടെ എന്ന് പറയുന്നത് നമുക്ക് പറയാം ആരോഗ്യം, സമ്പത്ത്, ബന്ധങ്ങൾ, തൊഴിൽ. ഓക്കെ, അപ്പോ ഈ 4 കാര്യങ്ങളെയും തുല്യമായിട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് നമ്മളൊരു ബാലൻസിങ് എന്ന് പറയാം. ഇതിൽ എവിടെയെങ്കിലും ഒരു ഇംബാലൻസ് വരുന്ന സമയത്ത് നമുക്കറിയാലോ, സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം കൂടുകയോ കുറഞ്ഞു പോവുകയോ ചെയ്താൽ നമ്മൾ പിന്നെ അതിനെ ആ ഒരു രൂപത്തിൽ കൂട്ടുവോ? ഇല്ല. ഈ പറഞ്ഞതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് ഇല്ലാതെ തോന്നുന്ന ഒരു അവസ്ഥ.
ചില ആളുകളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർക്ക് ആരോഗ്യപരമായിട്ടായിരിക്കും കൂടുതൽ പ്രശ്നങ്ങൾ പറയാനുണ്ടാവുക. എന്നാൽ മറ്റു ചിലരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള മണി ബ്ലോക്സ് ആണ് അവർ കൂടുതലായിട്ട് നമ്മളടുത്ത് ഷെയർ ചെയ്യുന്നത്. അതുപോലെ മറ്റു ചിലരിലേക്ക് എത്തുമ്പോൾ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പിരിമുറുക്കങ്ങൾ, പലപ്പോഴും പല ആളുകൾ പറയാറുണ്ട് ബന്ധങ്ങൾ ബന്ധനങ്ങളായതുപോലെ തോന്നാറുണ്ട്. ചില ആളുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് തൊഴിൽപരമായിട്ടാണ്. അപ്പോ ഓരോ വ്യക്തികളെ എടുത്തു നോക്കുമ്പോഴും ഈ രീതിയിൽ ഒരു ബാലൻസ് ഇല്ലാത്ത ഒരു കണ്ടീഷനിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്നു. അത് അവരെ ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് അറിയാം. അതുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ ആണ് ഇതിന് സൊല്യൂഷൻ. അല്ലെങ്കിൽ നമുക്ക് സമാധാനം കിട്ടണോ, അല്ലെങ്കിൽ ഒരു മൈൻഡ് റിലാക്സേഷൻ കിട്ടണോ, നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കുന്ന റെമഡി എന്തായിരിക്കും? ഇപ്പൊ ഗൂഗിളിനോട് ചോദിച്ചു നോക്കിയേ, എനിക്ക് ബേൺ ഔട്ട്സ് ആണ്, മൈൻഡ് ആകെ ഡിസ്റ്റർബ് ആണെന്ന് ചോദിച്ചാൽ ഗൂഗിൾ നമുക്കൊരു റെമഡി പറഞ്ഞുതരും. എന്തായിരിക്കും? എന്തായിരിക്കും പറയാ? പ്രാർത്ഥന, പ്രേ ചെയ്യാൻ പറയും. അതുപോലെ പിന്നെ മെഡിറ്റേഷൻ, ടെൻഷനുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ പറയും, മെഡിറ്റേഷൻ ചെയ്യാൻ പറയും, പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യാൻ പറയും, അല്ലെ? അപ്പം എവിടെ നമ്മൾ പ്രാർത്ഥന അല്ലേ? ഓ, മെഡിറ്റേഷൻ തന്നെയാണ് പ്രാർത്ഥന അല്ലേ മാഡം? അതിനെ നമ്മൾ ഏത് രീതിയിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രാർത്ഥനകൾ എപ്പോഴും, ഇതിനിടയ്ക്കൊരു ക്ലാസ് എടുത്തപ്പോഴും ഈ ഒരു ഡിസ്കഷൻ വന്നിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ മെഡിറ്റേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് അതുമായിട്ട് അത് തന്നെയാണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ ഈ പ്രാർത്ഥന നമ്മൾ യാചനയോടെയാണ് കഴിക്കുന്നതെങ്കിൽ അതിൽ ചില ഡിഫറൻസ് ഉണ്ട്. അതിൽ മുന്നോട്ട് ഞാനത് പറയാം. യെസ്. അപ്പോ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു സമർപ്പണമാണ്. പ്രാർത്ഥനയും അങ്ങനെ തന്നെ ആകണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ പ്രാർത്ഥനയും മെഡിറ്റേഷനും തുല്യമാണ് എന്ന് പറയാം. അതല്ല, പ്രാർത്ഥനയിലൂടെ നമ്മൾ യാചനകളും കണ്ടീഷനിങ്ങും ഒക്കെയാണ് വെക്കുന്നതെങ്കിൽ അതിവിടെ എന്തല്ല, കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. ഓക്കെ. അപ്പൊ യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്കറിയാം നന്ദിയും സമർപ്പണവും ആണെന്ന് അറിയാം, അല്ലെ? അപ്പൊ അതാണ് പറഞ്ഞത്. യെസ്. അപ്പൊ നമ്മുടെ ഈ ഒരു ബേൺ ഔട്ടിൽ, അല്ലെങ്കിൽ ഈ ഒരു സഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് പറയാം, അല്ലെ? മെജോറിറ്റി ആൾക്കാരും ഒത്തിരി സമയം ഇരുന്ന് നമ്മുടെ ശരീരത്തിന് ഒരു മൂവ്മെന്റ് ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ലോങ് ടൈം ഇരുന്നു കൊണ്ടുള്ള പ്രവർത്തനങ്ങളും മനസ്സിങ്ങനെ ബേൺ ഔട്ട് ആയിക്കൊണ്ടിരിക്കും. ബോഡി കണക്കില്ല, എന്നാൽ മൈൻഡ് എന്താവാണ്? ഹൈപ്പർ ആക്റ്റീവ് ആവുകയാണ്. ബോഡി ഇനാക്റ്റീവും മൈൻഡ് ഹൈപ്പർ ആക്റ്റീവും. പണ്ട് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഒക്കെ ചെയ്തിരുന്നുണ്ടായിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ബോഡി ആയിരുന്നു ആക്റ്റീവ്, മൈൻഡ് വളരെ ക്വയറ്റ് ആൻഡ് കാം ആയിരുന്നു. എന്നാൽ നമ്മൾ ഇപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ബോഡി എന്താണ്? വളരെ ഇനാക്റ്റീവ് ആണ്. മൈൻഡ് ആണെങ്കിലോ കംപ്ലീറ്റ്ലി ബേൺ ഔട്ട്സിലാണ്. ഫൈനാൻഷ്യലി വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാള്, പക്ഷെ അയാൾക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റുന്നില്ല, ശാരീരികമായിട്ട് ഒട്ടും ഒരു സുഖം തോന്നുന്നില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം അവർക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ ഇങ്ങനെ അപ്പിയർ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ അതിന്റെ പ്രോപ്പർ സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തേടി പോകുമ്പോൾ അവിടെ കിട്ടുന്ന ഉത്തരം മെഡിറ്റേഷൻ ആണ്. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. അവിടെ എത്തുമ്പോഴും ഇത് തന്നെയാണ് പ്രശ്നം. എന്താണ്? കൺഫ്യൂഷൻസ് ആണ്. ഏത് മെഡിറ്റേഷൻ ചെയ്യണം? എന്തുകൊണ്ടാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പല ആൾക്കാരും പറയുന്നത് എനിക്കെല്ലാം ഡാർക്ക് ആയിട്ട് തോന്നുന്നു, എനിക്ക് കണക്ഷൻ കിട്ടുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. കേട്ടിട്ടുണ്ടാവും അല്ലെ? മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നില്ല? കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, റിസൾട്ട് കിട്ടുന്നില്ല. ഞാൻ വർഷങ്ങളായിട്ട് വിഷൻ ബോർഡൊക്കെ ചെയ്യുന്നുണ്ട് മാം, പക്ഷെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പറയുന്ന യൂട്യൂബിൽ കാണുന്ന എല്ലാ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളും ഞാൻ പ്രയോഗിക്കുന്നുണ്ട്, പക്ഷെ എനിക്കത് റിസൾട്ട് തരുന്നില്ല. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ കാര്യം? എന്തുകൊണ്ടായിരിക്കാം റിസൾട്ട് കിട്ടാത്തത്? എന്താണ് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക്? നമ്മൾ മനസ്സിലാക്കി വെച്ചതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഈ ഒരു കോഴ്സിന്റെ ആദ്യത്തെ ഭാഗത്ത് പഠിക്കുക.
ഓക്കെ, എന്താണ് യഥാർത്ഥത്തിൽ മെഡിറ്റേഷൻ? നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ മെഡിറ്റേഷൻ പ്രാക്ടീസസ് ആണ്. യഥാർത്ഥത്തിൽ എന്താണ് മെഡിറ്റേഷൻ എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇറ്റ്സ് എ ജേണി. അതൊരു യാത്രയാണ്. എങ്ങോട്ടേക്ക്? നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ തന്നെ കണ്ടുപിടിക്കുന്ന ഒരു യാത്ര. അപ്പൊ യാത്ര എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഒരു സ്ഥലത്തേക്ക് നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഒന്നും പ്രിപ്പയർ ചെയ്യാതെ അങ്ങ് പോവാണോ ചെയ്യാം? ആണോ? നിങ്ങളൊരു ടൂർ പ്ലാൻ ചെയ്യാണ് വിചാരിക്കാം. ഓക്കെ, കുറച്ച് ദിവസത്തെ ഒരു ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് നമ്മൾ അതിൽ എടുക്കും? എന്തൊക്കെ എടുക്കും ഒരു ട്രിപ്പ് പോകുമ്പോൾ? അറ്റ്ലീസ്റ്റ് കുറച്ച് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെങ്കിലും നമ്മൾ കൈ കരുതും അല്ലെ? അത്യാവശ്യം ക്ലോത്ത്സ്, എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഗാഡ്ജറ്റ്സ് ഒക്കെ നമ്മൾ കൂടെ കൊണ്ടുപോകും അല്ലെ? അതുപോലെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്? ഇറ്റ്സ് എ ജേണി ഫോർ സീക്കിംഗ് ദ ട്രൂ ആൻഡ് പൊട്ടൻഷ്യൽ വേർഷൻ ഓഫ് യുവർ സെൽഫ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, തിരിച്ചറിയാത്ത നിങ്ങളെ തന്നെ മറ്റൊരു വേർഷനെ കണ്ടുപിടിക്കാനുള്ള ഒരു യാത്രയാണ് മെഡിറ്റേഷൻ. രണ്ടാമത് പറയുന്നത്, ദർ യു ക്യാൻ മീറ്റ് യുവർ പ്യൂർ ആൻഡ് ഇന്നസെന്റ് വേർഷൻ. എന്താ പറയുന്നത്? അവിടെ നിങ്ങൾക്ക് ആരെ കണ്ടുമുട്ടാം? നിങ്ങളുടെ തന്നെ ഏറ്റവും പ്യൂർ ആയിട്ടുള്ള, ഇന്നസെന്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ വേർഷനെ അവിടെ കണ്ടുമുട്ടാം എന്നുള്ളതാണ്. ആൻഡ് യു ഗെറ്റ് എക്സാക്ട് ക്ലാരിറ്റി അബൌട്ട് ദ പേർപ്പസ് ഓഫ് യുവർ ലൈഫ്. നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഇതിലൊന്നും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ബിക്കോസ് യഥാർത്ഥത്തിൽ നമ്മൾ അതായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ് അല്ലെ? അപ്പൊ നിങ്ങൾ തന്നെ സ്വയമേ ഒന്ന് ചോദിച്ചു നോക്കൂ. ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. ഈ ഉത്തരങ്ങൾ തേടി നമ്മൾ പല പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ടാവും. എന്നാ യഥാർത്ഥത്തിൽ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് തൃപ്തി തരുന്ന ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനും പറഞ്ഞു തരാനും ആർക്കേ സാധിക്കുള്ളൂ? ആർക്കേ സാധിക്കൂ? ആർക്കാ സാധിക്കാം? നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഉത്തരങ്ങൾ തരാൻ ആർക്കേ സാധിക്കുള്ളൂ? നമുക്ക് മാത്രം, നമുക്ക് തന്നെ സാധിക്കുള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് പലപ്പോഴും നമുക്കത് സാധിക്കാത്തത് എന്ന് വിചാരിച്ചാൽ, നമ്മൾ ഈ ഒരു ബേൺ ഔട്ടില്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു റഷ് ആയിട്ടുള്ള ഈ ഒരു വേൾഡില്, ഈ ഒരു അവസ്ഥയിൽ കുടുങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നമ്മുടേതായ സമയത്തിനെയാണ് എന്തു പറയുന്നത്? മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു മീ എന്താണ് മെഡിറ്റേഷൻ എന്ന് വെച്ചപ്പോൾ എനിക്ക് പറയാൻ ഏറ്റവും ഇഷ്ടമുള്ള ചില വാക്കുകളുണ്ട്. ഞാൻ എൻ്റെ കൂടെയുള്ള കുറച്ച് പേരുകൾ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, ഇറ്റ് ഈസ് ദ ടൈം വെർ ഐ മെറ്റ് മൈ സെൽഫ് എന്ന് പറയാറുണ്ട്. ഞാൻ എന്നെ കണ്ടുമുട്ടുന്ന സമയമാണ് മെഡിറ്റേഷൻ. ആൻഡ് ദ ടൈം വെർ ഐ ടോക്ക് വിത്ത് മൈ സെൽഫ്, ഞാൻ എന്നോട് സംസാരിക്കുന്ന സമയമാണ്. ആൻഡ് ദ ടൈം വെർ ഐ ആസ്ക് എവറി സില്ലി ക്വസ്റ്റ്യൻസ് അറൈസിങ് ഇൻ മൈ മൈൻഡ്. എൻ്റെ മനസ്സിൽ വരുന്ന കുട്ടി കുട്ടി ചോദ്യങ്ങളുണ്ടാവും. ഇതെല്ലാം തുറന്നു ചോദിക്കുന്ന സമയത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? മെഡിറ്റേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോ നമ്മൾ ഈ കാണുന്ന ഗൈഡഡ് മെഡിറ്റേഷൻ എന്തിന് നമുക്ക് തരുന്നു എന്ന് ചോദിച്ചാൽ, ജസ്റ്റ് നിങ്ങൾക്കൊരു പ്രാക്ടീസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സാമ്പിൾ ആയിട്ട് തരുന്നു എന്നുള്ളതിനപ്പുറം അത് മാത്രമല്ല മെഡിറ്റേഷൻ എന്നാണ് ഞാൻ ഈ പറഞ്ഞതിനർത്ഥം. നമ്മൾ ഇഷ്ടത്തോടു കൂടി വളരെയധികം ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് മെഡിറ്റേഷൻ. ബട്ട് മെജോറിറ്റി എന്ത് ചെയ്യാണ്? അവരുടെ ചിന്തയിൽ ഇപ്പൊ ചോദിക്കുമ്പോൾ തന്നെ അവർ പറയുന്നൊരു, അയ്യോ മാം, എന്നെ കൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റില്ല, കണ്ണടച്ചിരിക്കുന്ന കാര്യം എന്നോട് പറയേ വേണ്ട. എന്നാൽ ഞാൻ പറയാണ്, മെഡിറ്റേഷന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട, അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യരുത്? മെഡിറ്റേഷന് വേണ്ടി എന്ത് ചെയ്യരുത്? പുഷ് ചെയ്യരുത്. പകരം അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില പ്രാക്ടീസസ് ഉണ്ട്. പതുക്കെ പതുക്കെ ആ ഒരു യാത്രയെ അതിൻ്റെ ആ ഒരു കൃത്യമായിട്ടുള്ള ആസ്വാദനത്തിൽ കൂടെ കടന്നു പോകുന്ന രീതിയിൽ ആ ജേണി ഏറ്റവും എൻജോയ് ആയിട്ട് മാറ്റാനായിട്ട് പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനുള്ളിലുണ്ട്. അത്തരത്തില് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് കാണുന്ന ആ മെഡിറ്റേഷനെ വളരെ ഈസിയായി അല്ലെങ്കിൽ വളരെയധികം എൻജോയബിൾ ആയിട്ട് മാറ്റുന്ന രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ
ആ ഒരു ജോയ് എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ്. എന്ത് കാര്യവും നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ, ഒരാളിലേക്ക് എത്തിച്ചു കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അതിനനുസരിച്ച് നമുക്ക് അവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ ഈ ഒരു കോഴ്സിൽ ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സെൽഫ് ഹീലിംഗിലായിരിക്കും. അപ്പോൾ എന്താണ് മെഡിറ്റേഷൻ, അതിൻ്റെ ഡെപ്തിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. മെഡിറ്റേഷനെ കുറിച്ചുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, ആക്ച്വൽ മെഡിറ്റേഷൻ എന്താണ്, അതിൻ്റെ ഹിസ്റ്ററി, ഒറിജിൻ എങ്ങനെയാണ്, എന്തൊക്കെ പ്രാക്ടീസസ് ആണ് ഇനീഷ്യലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇതിൻ്റെ പിന്നിലുള്ള സയൻറ്റിഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ വേവ്സിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, അതുപോലെ നമ്മളിൽ ഒരു പുതിയ ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്യാൻ മെഡിറ്റേഷൻ പ്രാക്ടീസസിന് എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യുക. Then you get exact clarity about what is meditation, benefits of meditation. ഓൾമോസ്റ്റ് എല്ലാ ബേസിസും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. Then next we move mindfulness meditation mastery. There we started to learn many kind of mindfulness meditation. അപ്പോൾ എന്താണ് ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറയില്ലേ, ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ നിന്നും കോൺഷ്യസ് ലിവിങ്ങിലേക്ക് മാറുന്ന ഒരു അവസ്ഥ. ഒരു നമ്മൾ പറയില്ലേ, ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പല കാര്യങ്ങളും ചെയ്ത് ഒരു മെഷീൻ പോലെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നതിന് പകരം അതിനെ റിവേഴ്സ് ചെയ്ത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും കോൺഷ്യസ് ആയിട്ട് ബോധത്തോടു കൂടി ചെയ്യുക. അപ്പോൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഏറ്റവും ആദ്യത്തെ പ്രാക്ടീസാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്. കേട്ടിട്ടുണ്ടാവും മൈൻഡ്ഫുൾ ഈറ്റിംഗ്. ദെൻ വി ലേൺ മൈൻഡ്ഫുൾ വാക്കിംഗ്. ആ രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അതിൻ്റെ ഡെൻസിറ്റിയിലേക്ക് നമ്മൾ പഠിച്ച് നീങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രസന്റ് മൂമെന്റിനെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു കഴിവ് ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾ മെഡിറ്റേഷന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് ആ ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ നിന്ന് കോൺഷ്യസ്ലി അവയർനെസ്സോട് കൂടി എന്ത് കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു പ്രാപ്തി. ഓക്കെ, എന്ത് ചെയ്യുമ്പോഴും, ബ്രെത്ത് എടുക്കുന്ന സമയത്താണെങ്കിലും, നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും, ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും, വെള്ളം കുടിക്കുമ്പോഴാണെങ്കിലും ഒക്കെ ആ ബോധവും തിരിച്ചറിവോടും കൂടി ചെയ്യുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ്സിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഇപ്പം ഇവിടെ ആൽക്കമിസ്റ്റ് ഗ്രൂപ്പിലുള്ളവർ ഒരുപാട് പേര് ഉണ്ട്. അവര് ടാസ്കുകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അറിയാം അല്ലെ, കണ്ടിന്യൂസ്ലി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കത് എന്താണ് വളരെ സ്മൂത്ത് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് മൈൻഡ്ഫുൾനെസ്സോട് കൂടി ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഒരു പുതിയ ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ മൈൻഡ്ഫുൾനെസ് മാസ്റ്ററിയിൽ നമ്മളിവിടെ ഒരുപാട് ടൈപ്സ് ഓഫ് മെഡിറ്റേഷൻ കാണുന്നുണ്ട്. ബ്രെത്ത് അവയർനെസ് മെഡിറ്റേഷൻ, മന്ത്ര മെഡിറ്റേഷൻ, ലവിങ് കൈൻഡ്നെസ് മെഡിറ്റേഷൻ, വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ, സെൻ മെഡിറ്റേഷൻ, വിഭാസന, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള മൈൻഡ്ഫുൾ മാസ്റ്ററി റിലേറ്റ് ചെയ്തിട്ടുള്ള മെഡിറ്റേഷൻസ് നമ്മളിവിടെ പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരാം, എന്തിനാണ് ഇത്രമാത്രം തരത്തിലുള്ള മെഡിറ്റേഷൻസ്? നമ്മൾ മനസ്സിലാക്കുക, ഓരോ വ്യക്തികളും ഡിഫറെൻ്റ് ആണ്, അവരുടെ പ്രോബ്ലംസും ഡിഫറെൻ്റ് ആണ്. തന്നെ ഒരാൾക്ക് സ്യൂട്ടബിൾ ആയത് മറ്റൊരാൾക്ക് സ്യൂട്ടബിൾ ആയിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധവുമില്ല അല്ലെ. അപ്പോൾ ഓരോ വ്യക്തിക്കും അവരുടെ കണ്ടീഷൻസിനനുസരിച്ച് എന്ത് ചെയ്തു കൊടുക്കാം എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ എത്തും എന്നുള്ളതാണ് എനിക്ക് തരാനുള്ള പ്രോമിസ്. ഓക്കെ, ഇതൊക്കെ നമ്മളിൽ ആദ്യം പ്രാക്ടീസ് ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പൊ മൈൻഡ്ഫുൾനെസ് മാസ്റ്ററിയുടെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ? ചോദിക്കാനുണ്ടോ? ചോദിച്ചോളൂ. എന്തെങ്കിലും ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. നെക്സ്റ്റ് മൈൻഡ്ഫുൾനെസ് മാസ്റ്ററി കഴിഞ്ഞാൽ നമ്മൾ
എൻ്റർ ചെയ്യാൻ പോകുന്നത് ത്രട്ടിക് മെഡിറ്റേഷനിലാണ്. അതായത് ഫോക്കസ് മെഡിറ്റേഷൻ എന്ന് പറയും അതിന്. മെയിൻലി നമ്മുടെ ആ ഒരു അവയർനെസ്സിനെ, കോൺഷ്യസ്നെസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ, ഗ്രോത്ത് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില മെത്തേഡ്സ് ആണത്. ത്രട്ടക് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ കാൻഡിൽ ലൈറ്റ്സ്, അത്തരത്തിലുള്ള ചില പെർട്ടിക്കുലർ ഐഡിയൽസോ അല്ലെങ്കിൽ ചെറിയ ലൈറ്റ്സോ കാര്യങ്ങളെയൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ ആണ്. നിങ്ങളുടെ കോൺഷ്യസ്നെസ്, ഫോക്കസ്, അലേർട്ട്നെസ്, ഇതൊക്കെ കോൺസെൻട്രേഷൻ, ഇതൊക്കെ പ്രോപ്പർ ആക്കാൻ വേണ്ടി വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ത്രട്ടക് മെഡിറ്റേഷൻ. അപ്പൊ പിന്നെ നമ്മൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. നമ്മുടെ മൈൻഡിന് ഒരു ഷാർപ്നെസ്, ഓക്കെ, അതാണ് നമ്മൾ മെയിനായിട്ട് അവിടെ നോക്കുന്നത്. അതിനുശേഷം നമ്മൾ വരുന്ന ഒരു ഏരിയ, അതാണ് ഈ ഒരു മെഡിറ്റേഷൻ കോഴ്സിന്റെ എസെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് അഡ്വാൻസ് ചക്ര സൈക്കോളജി എന്ന് പറയും. എനർജി സിസ്റ്റം ആൻഡ് ചക്ര സൈക്കോളജി എന്ന് പറയും. ചക്രാസ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടോ? എനർജി സെന്റേഴ്സ്, എനർജറ്റിക് മെഡിറ്റേഷൻ എന്നൊക്കെ കേൾക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു ഉത്തരം സംശയം കിട്ടാനാണ് മാഡം ചോദിക്കുന്നത്. എന്താണ്? റെസ്പോൺസ് കിട്ടാൻ വേണ്ടി ചോദിക്കുന്നത്. കേൾക്കാത്തവര് എന്താ സാർ, കേട്ടത് വോയിസ് ബ്രേക്ക് ആയി. മാഡം, ഞങ്ങളെ റെസ്പോൺസ് കിട്ടാത്തതുകൊണ്ടാണ് രണ്ടുപേർക്കും ചോദിച്ചത്. നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്. മനസ്സിലാകാത്തത് മനസ്സിലാവുന്നില്ല. ഒന്നാമത് വോയിസ് നന്നായിട്ട് ബ്രേക്ക്. യെസ്, ആരെങ്കിലും റെസ്പോണ്ട് ചെയ്ത് വൺ വേ മാത്രം ആവുന്ന സമയത്ത് ഒന്ന് നിങ്ങളുടെ വീഡിയോ ഓൺ അല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ഫേസ് കാണുന്നില്ല, നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ, ഗ്രാസ്പ് ചെയ്യുന്നുണ്ടോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ക്ലിയർ അല്ലേ? അതെ, ക്ലിയർ ആണ്. യെസ്, ക്ലിയർ ഡൗട്ട് ആണ് ഇല്ലല്ലോ. മാഡം. എന്താണ് ഇതിനൊക്കെ എന്താ പ്രശ്നം ഈ മൊബൈലിനൊക്കെ? അപ്പോ അഡ്വാൻസ് ഇപ്പൊ ചക്ര ഇപ്പൊ മൂവ് ചെയ്തോട്ടെ. കേൾക്കുന്നുണ്ടോ മാഡം? ഇപ്പൊ സാറിന്റെ കേൾക്കാം. വോയിസ് ഇപ്പൊ കേൾക്കാം. സാറ് നേരത്തെ പറഞ്ഞൊന്നും കേൾക്കുന്നില്ലായിരുന്നു, ഒന്നുകൂടെ പറഞ്ഞാല്. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല് നമ്മളൊരു റെസ്പോൺസും കിട്ടാത്തതുകൊണ്ടാണ് മാഡം പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ചോദിച്ചു നോക്കുന്നത്. ആരും ഒന്നും പറയുന്നില്ല എന്നുള്ളതുകൊണ്ടേ, യെസ് ഓർ നോ അതെ, എന്ന് പറയാത്തതുകൊണ്ട് അതായിരിക്കണം. അതെ, എനർജി നമ്മൾ കേട്ടിട്ടൊന്നല്ല, അതിന്റെ ഡീപ്പായിട്ട് അറിയില്ല മാഡം. ചക്ര എനർജി എന്നൊക്കെ അറിയില്ല. യെസ്, നമ്മൾ ഈ പ്രാണായാമം ഇതുപോലെയുള്ളതൊക്കെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ യെസ്. അങ്ങനത്തെ അപ്പോ ഒരുപാട് കാര്യങ്ങൾ അറിയില്ല. ഓക്കെ, അപ്പൊ നമുക്കത് പഠിക്കണം. എന്താണ് അത് അതെ, പഠിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതായത് അതെ, എനർജി സെന്റേഴ്സ് മെയിൻലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഇമോഷണൽ പാറ്റേൺസ്. ഇപ്പൊ നമുക്കറിയാം, ചില ഹെൽത്ത് ഇഷ്യൂസ് നമ്മൾ എത്ര തന്നെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഫിസിക്കലി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അതിന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാലും ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവാതെ ഇരിക്കുന്ന ഒരു കണ്ടീഷൻ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പറയാറുണ്ട്, സ്ട്രെസ് കൺട്രോൾ ചെയ്യും, അല്ലെ? സ്ട്രെസ് കൺട്രോൾ ചെയ്യുക, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഇവന്റ്സ് ഒക്കെ മാറ്റി വെക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നൊക്കെ നമുക്ക് അഡ്വൈസസ് തരാറുണ്ട്, അല്ലെ? അതായത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഫിസിക്കലി നമുക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും അതുപോലെ നമ്മൾ മാനസികമായിട്ട് ഉണ്ടാകുന്ന ചില ബേൺ ഔട്ട്സ്, ചില പ്രോബ്ലംസ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിയർ, ഗിൽറ്റ്, അതുപോലെ സാക്രിഫൈസ്, അല്ലെങ്കിൽ സപ്രഷൻ ഓഫ് ഇമോഷൻസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും അതുപോലെ മെന്റൽ ഹെൽത്തിനെയും ബാധിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഓവറോൾ വെൽബീയിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് തിരിച്ചറിയുകയും അതെന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കി വരുമ്പോഴാണ് ഈ ചക്ര അല്ലെങ്കിൽ എനർജി സെന്റേഴ്സിനെ പറ്റി നമ്മൾ തിരിച്ചറിയുന്നത്. ബിക്കോസ് എനർജി സെന്റർ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ മർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്
പ്രവർത്തിക്കുന്ന 7 പ്രധാന ചക്രകളെ പറ്റി നമ്മൾക്ക് കേട്ടിട്ടുണ്ടാവും. ഇത്ര മനസ്സിലാക്കിയാൽ മതി. അവ 7 മർമ്മങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഒന്ന് നിങ്ങളുടെ സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ചക്ര പ്രവർത്തിക്കുന്നത്. അതിന് നമ്മൾ റൂട്ട് ചക്ര എന്ന് പറയും. ഓക്കെ, അതിൽ എന്തെങ്കിലും ഇംബാലൻസ് വരുമ്പോൾ ആ വ്യക്തിയിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ഭയങ്ങള്, ആൻസൈറ്റി, വെറീസ് ഇതൊക്കെ വരാനുള്ള സാധ്യത കൂടുന്നു. കൂടാതെ അയാളുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥ നോക്കുമ്പോൾ ശരീരത്തിൽ ഒരുപാട് വേദനകളും നീര് വീക്കം പോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നതായിട്ട് കാണാം. അപ്പോൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി പല പല ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴും അവർ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, മാം സ്ട്രെസ് കൺട്രോൾ ചെയ്യുക. യെസ്, അപ്പോൾ ആ ഒരു ഇമോഷണൽ വൂൺസ് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിസിക്കലിയും ഇമോഷണലിയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമ്മൾ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് ഈ റൂട്ട് ചക്ര ബേസ് ചെയ്തിട്ടായിരിക്കും. അവിടെ നമ്മൾ അതിന്റെ പ്രാക്ടീസസ് പഠിക്കും, എങ്ങനെ അത് ബാലൻസ് ചെയ്യാമെന്ന് പഠിക്കും, ആ പ്രശ്നമുള്ള ഒരാളെ എങ്ങനെ ഹീൽ ചെയ്തെടുക്കാനായിട്ട് എന്തൊക്കെ അവർക്ക് ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് കൊടുക്കാം എന്നുള്ളത് നമ്മൾ പഠിക്കും. ദെൻ അടുത്തൊരു ചക്ര എന്ന് പറയുന്നത് നിങ്ങളുടെ നാഭിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, എസ്പെഷ്യലി യുവർ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. അപ്പോൾ അവിടെ എന്തെങ്കിലും ഇംബാലൻസ് വരുന്ന സമയത്ത് ആ വ്യക്തിയിൽ അയാളുടെ ക്രിയേറ്റീവ് ഏരിയ, പ്ലഷേഴ്സ്, ഐഡന്റിറ്റി ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ്, അയാളുടെ കഴിവുകൾ എന്താണെന്ന് അയാൾക്ക് അറിയാതെ, ഏത് മേഖലകളിൽ അത് ഉപയോഗിക്കണമെന്നറിയാതെ ഒരു പ്രൊക്രാസ്റ്റിനേഷനിലായി പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരു കുറ്റബോധത്തിലേക്ക് അയാൾ വീണു പോകുന്ന ഒരു കണ്ടീഷൻ, തനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ യൂട്ടിലൈസ് സമയമായിക്കോട്ടെ എഫേർട്ട് ആയിക്കോട്ടെ ഞാൻ ഒന്നും ചെയ്തില്ല എന്നുള്ള കുറ്റബോധത്തിലേക്ക് അയാൾ വീണു പോവുക. അത് അയാളിൽ ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുക. സെക്ഷൽ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, റിലേഷൻഷിപ്പ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, കരിയർ ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ്, ഇതൊക്കെ അവരിൽ ഉണ്ടാക്കുക. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നതെങ്കിൽ വി മെയിൻലി ഫോക്കസ് ഓൺ ദാറ്റ് സേക്രൽ ചക്ര. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ പഠിക്കാനും റെമഡീസും അതിൻ്റെതായിട്ടുള്ള ഹീലിംഗ് മെക്കാനിസവും ഒക്കെ നമ്മളവിടെ പഠിക്കുന്നതായിരിക്കും. ദെൻ നെക്സ്റ്റ് ചക്ര എന്ന് പറയുന്നത് ഇറ്റ്സ് റിലേറ്റഡ് ടു യുവർ ബെല്ലി, യുവർ അബ്ഡോമിൻ. ഇറ്റ്സ് സോളാർ ഫ്ലെക്സ് ചക്ര. മെയിൻലി അത് ഇംബാലൻസ് ആവുന്ന ഒരാളിൽ കാണുന്നത് ക്രോണിക് ആയിട്ടുള്ള ഡൈജഷൻ ഇഷ്യൂസ്, കോൺസ്റ്റിപ്പേഷൻ, പിന്നെ അൾസർ, അസിഡിറ്റി ഒക്കെ പോലെ എപ്പോഴും ഈ സ്റ്റൊമക്ക് ഇഷ്യൂസ് വരിക. കൂടാതെ കോൺഫിഡൻസ് കുറവാകുക, സ്വന്തം ഒരു വേർത്ത്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുക, താൻ ആരാലും സ്നേഹിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരിക, ഒരു കോൺഫിഡൻസോ വിൽ പവറോ ഇല്ലാത്തൊരു കണ്ടീഷനിലേക്ക് പോവുക. ഇതവരെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് മാത്രമല്ല, നമുക്കറിയാം ഗട്ട് ഹെൽത്ത് കൊളാപ്സ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിനെയും അത് ബാധിക്കും എന്നുള്ളത് അറിയാം അല്ലെ. ഗട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ പവർ സോഴ്സ്. അവിടെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൊളായി എന്ന് പറയാം അല്ലെ. പറഞ്ഞതുപോലെ നമ്മൾ അങ്ങനെ പ്രോബ്ലംസുമായിട്ട് വരുന്ന ആൾക്കാരെ ഒരാൾ നമ്മളെടുത്ത് വന്ന് ഗട്ട് ഇഷ്യൂസ് പറയുന്ന സമയത്ത് വീണ്ടും അവർ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ എടുത്തു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താ മാം ഇത്രയും സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, എന്നോട് അത് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറഞ്ഞോളൂ, ഞാനത് കേൾക്കാൻ തയ്യാറാണ് എന്ന് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. അപ്പോൾ അതിനർത്ഥം എന്തായിരിക്കും, ആ കാര്യങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഈ സപ്രഷൻ ഓഫ് ഇമോഷൻസിലാണ്. അപ്പൊ എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ അവിടെ പഠിക്കുക. ഓക്കെ, ഈ ഓരോ ചക്രാസിലും വാസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളെയും പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ബിഫോർ ദാറ്റ് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്വയമേ ഹീൽ ചെയ്യാനും നമുക്ക് സാധിക്കുന്നുള്ളതാണ്. ഹാർട്ട് ചക്രയിലേക്ക് പോകുമ്പോഴും ഇതേപോലെ തന്നെയാണ്. ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് നമ്മുടെ സെന്റർ ഓഫ് ചെസ്റ്റിലാണ് അതിന്റെ പൊസിഷൻ വരുന്നത്. മെയിൻലി വർക്ക് ചെയ്യുന്നത് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇംബാലൻസ് ആവുമ്പോൾ ഫിസിക്കലി അവർക്ക് ഉണ്ടാവുന്നത് ഈ സർക്കുലേറ്ററി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്,
ഹൈ കൊളസ്ട്രോൾ, ഹൈ BP ഇതൊക്കെയാണ് മെയിനായിട്ട് കാണാറുള്ളത്. കൂടാതെ ഇമോഷണലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അതുപോലെ എക്സസീവ് ആയിട്ടുള്ള സാഡ്നെസ്, ഗ്രീഫ്, അതല്ലെങ്കിൽ ജലസി, ഹെയ്റ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് ഇമോഷൻസ് ക്യാരി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഹാർട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസും ലൈഫിൽ എപ്പോഴും അവർക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഒന്നും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ലൈഫിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളെയും ഒന്നും തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ പറയുന്ന സമയത്ത് പല കാര്യങ്ങളും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും ഞാൻ അറിയുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും കേസസ് മനസ്സിൽ ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുന്നത് ത്രോട്ടാണ്. ത്രോട്ട് ചക്ര നമ്മുടെ ത്രോട്ടിലാണ് അത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. മെയിൻലി അത് എംഫസൈസ് ചെയ്യുന്നത് നമ്മുടെ ട്രൂത്ത്. നമ്മൾ പറയില്ലേ, തുറന്ന് സംസാരിക്കാൻ പറ്റുക. മനസ്സിൽ വേദന ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളാണെങ്കിലും അതിനെ തുറന്ന് സംസാരിക്കാൻ പറ്റാതെ അതിനെ സപ്രഷൻ ചെയ്ത് അല്ലെങ്കിൽ സ്റ്റക്ക് ആക്കി വെക്കുന്ന ഒരു കണ്ടീഷൻ. അവരിൽ മെയിനായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് തൈറോയിഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ബ്രെത്ത് എക്സസൈസും അതിൻ്റെ കുറെ ഇമോഷണൽ റിലീസിങ് പ്രാക്ടീസസും ഒക്കെയാണ് നമ്മളവിടെ ട്രെയിൻ ചെയ്യുന്നത്. ഇങ്ങനെ 7 ചക്രകൾ നമ്മളവിടെ ഡെപ്തിൽ പഠിക്കുന്നു. അതിൻ്റെ ബ്ലോക്സ് എന്താണ്, അത് ബാലൻസ് ആയാൽ എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടും, അതെങ്ങനെ ബാലൻസ് ആക്കാം, അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളത് അഡ്വാൻസ് ലെവൽ. അതുകൊണ്ടാണ് അഡ്വാൻസ് ചക്ര സൈക്കോളജി എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി നിങ്ങളുടെ എനർജി സിസ്റ്റത്തിനെ പറ്റി, നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ഇമോഷണൽ പാറ്റേൺസ്, സബ് കോൺഷ്യസ് ബിലീഫ്സ്, ഇതിനെയൊക്കെ തന്നെ റീപ്രോഗ്രാമിംഗ് ചെയ്തെടുക്കാനുള്ള ഒരു സ്പേസ് ആണ് ഈ ചക്ര അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഇവിടെ സംശയം വരേണ്ടതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ഏരിയ? അതെ, ഇത് അപ്പൊ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടത് ഇത് ഇന്ന് ത്രോട്ടാ പറഞ്ഞത്. ഏതാണ്? അപ്പൊ ത്രോട്ട് അല്ലേ പറഞ്ഞത് മാഡം? ത്രോട്ട് വരെയാണ് ഞാൻ പറഞ്ഞത്. ഇനിയും ഉണ്ട് അല്ലേ? 2 ചക്രാസ്. ഓക്കെ. അപ്പൊ ഈ ചിന്തയും മറ്റതൊക്കെ ത്രോട്ടിലാണ് വരിക? അല്ല, ത്രോട്ടിൽ വരുന്നത് എന്താണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്? നമ്മൾ ഓപ്പൺ ആയിട്ട് നമ്മുടെ ഉള്ളിൽ വരുന്ന എക്സ്പ്രഷൻസ്, നമുക്ക് ഹൃദയത്തിൽ തോന്നുന്ന ഫീലിങ്സ്, നമുക്ക് ചില വേദനകൾ ഉണ്ടാവും, നമുക്ക് തുറന്നു പറഞ്ഞാൽ കൊള്ളാന്നുണ്ട്, പക്ഷെ നമ്മളത് പറയില്ല, അല്ലെ? അപ്പോ അങ്ങനെ നമ്മൾ ഒതുക്കി വെക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ത്രോട്ട് ചക്രേനെ എഫക്ട് ചെയ്യും. ഇനിയിപ്പോ സാറ് ചോദിച്ചതുപോലെ നമ്മളെ മൈൻഡ് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത് 3rd ഐ ആണ്. 3rd ഐ ഈസ് അസോസിയേറ്റഡ് ഇൻ യോർ മിഡിൽ ഓഫ് ഐബ്രോസ് എന്ന് പറയും. നമ്മുടെ ക്ലാരിറ്റി, വിസ്ഡം, നോളേജ്. ഇപ്പൊ ചില ആളുകൾ പറയാറുണ്ട്, നമുക്ക് മുന്നോട്ട് ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുമ്പോൾ വല്ലാത്ത ഭയമാണ്. മുന്നോട്ടുള്ള വഴി എന്താണെന്ന് മനസ്സിലാവുന്നില്ല, എന്താ ചെയ്യണ്ടേ എന്നുള്ളത് ഒട്ടും നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടാത്ത അവസ്ഥ, കൺഫ്യൂഷൻസ് ആണ്. അതുപോലെ മെമ്മറി നിൽക്കുന്നില്ല, കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ 3rd ഐയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ അത് ബാലൻസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്തായിരിക്കും? എക്സാക്ട് ക്ലാരിറ്റി അബൌട്ട് യുവർ ഡയറക്ഷൻ. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും നമ്മൾ എന്താണ് 1 by 1 ആയിട്ട് ചെയ്യുന്നു. ആദ്യം നമ്മൾ പേഴ്സണൽ ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യുന്നു. നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ, ഫിയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എന്താണ് കറക്റ്റ് ചെയ്യുന്നു. നമ്മുടെ ക്രിയേറ്റീവ് ഏരിയ വർക്കൗട്ട് ചെയ്യുന്നു. ദെൻ നമ്മുടെ വിൽ പവർ, കോൺഫിഡൻസ് ഏരിയ ഒക്കെ ബൂസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ആ പ്രോസസ്സ് പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാമിനെ നമ്മൾ പറയുന്നത് ഇൻറ്റഗ്രേറ്റഡ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞ മൈൻഡ്, ബോഡി, സോൾ റീപ്രോഗ്രാമിംഗ് എന്ന് പറയാം. അതല്ലെങ്കിൽ ഇന്റഗ്രേഷൻ ബിറ്റ്വീൻ മൈൻഡ്, ബോഡി ആൻഡ് സോൾ. ഓക്കെ, അപ്പോൾ ചക്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അഡ്വാൻസ് ലെവൽ ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് സൈക്കാട്രിക് ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്.
ന്യൂട്രീഷൻ എന്തുകൊണ്ട് നമ്മളെ മെന്റൽ ഹെൽത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ? ഒരു വ്യക്തി നമ്മളെ മുന്നിലേക്ക് വന്നിരുന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അഡ്വൈസസ്, ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അഡ്വൈസസ് കൊടുക്കാൻ പ്രാപ്തിയുള്ള ഒരാളായിരിക്കും. അതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ വ്യക്തിക്ക് അത് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലാണ് അയാൾ ഇരിക്കുന്നതെങ്കിൽ ഓഫ് കോഴ്സ്. അതല്ലെങ്കിലോ, നമ്മൾ എത്ര തന്നെ വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കുമ്പോഴും അതിനെ ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആ ഇരിക്കുന്ന ആൾക്കില്ലെങ്കിലോ? അപ്പോ ഏറ്റവും ആദ്യം നമ്മൾ എൻഷുർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ബേസിക് ആയിട്ട് അവരിൽ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ട ചില ന്യൂട്രീഷൻസ് എടുത്തു പറയുകയാണെങ്കിൽ വൈറ്റമിൻ ഡി, മഗ്നീഷ്യം, സിങ്ക്, വൈറ്റമിൻ B12 ഇങ്ങനെയൊക്കെയുള്ള ചില സൈക്കാട്രിക് ന്യൂട്രീഷൻസ് ഉണ്ട്, എസെൻഷ്യൽ ന്യൂട്രിയൻസ്. അത് അവരിൽ പ്രോപ്പർ ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അത് ഇല്ല എങ്കിൽ അതിനനുസരിച്ചിട്ട് ചെറിയൊരു ലെവൽ ഡിഫറൻസ് ഒക്കെ ആണെങ്കിൽ അതിനെങ്ങനെ ഓവർകം ചെയ്യാന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇനി കൂടുതലായിട്ട് ലെവൽ കുറവാണ്, അത്രയും അധികം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അവരെ ഒരു ഡോക്ടറെ അടുക്ക പറഞ്ഞു വിടുക. അതായത് ചില സ്ഥലങ്ങളിൽ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യരുത്. പലപ്പോഴും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പല ആൾക്കാരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, എല്ലാം ഒരു ബ്ലൈൻഡ്നെസ് ഒരിക്കലും പാടില്ല. ഡോക്ടേഴ്സിൻ്റെ അടുക്ക പോവേണ്ട അടുത്ത് ഡോക്ടറെ അടുത്ത് പോകണം. ന്യൂട്രീഷൻ എടുക്കേണ്ട സ്ഥലത്ത് ന്യൂട്രീഷൻ പ്രോപ്പറായിട്ട് ബോഡിക്ക് കൊടുക്കണം. അപ്പോഴേ അതിൻ്റെ റെസ്പോൺസ് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കോഴ്സിന് അങ്ങനെ ഒരു പേര് കൊടുക്കാൻ കാരണവും. ബേസിക് ആയിട്ടുള്ള കുറച്ച് ന്യൂട്രീഷൻ്റെ കാര്യങ്ങൾ, ഫണ്ടമെന്റൽസ് ഓഫ് ന്യൂട്രീഷനും അതുപോലെ തന്നെ സൈക്കാട്രിക് ന്യൂട്രീഷൻ്റെ കുറച്ച് കാര്യങ്ങളും ഈ ഒരു സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫുഡ് സയൻസും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അഡീഷണലി ആഡ് ചെയ്യുന്നൊരു അഡ്വാൻസ് ഏരിയ ആണ് ബ്രെത്ത് വർക്ക് മാസ്റ്ററി എന്ന് പറയും. അവിടെ നമ്മൾ ബ്രെത്ത് സയൻസിനെ പറ്റി പഠിക്കും. അപ്പം നമ്മുടെ ബോഡി, മൈൻഡ്, സോൾ ഇതിനെ റീയുണൈറ്റ് ചെയ്യാൻ വേണ്ടി വെറുതെ കണ്ണടച്ചിരുന്ന് ഒരുപാട് ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്യുന്നതല്ല നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് എന്നർത്ഥം. ഓക്കെ, പ്രോപ്പറായിട്ട് അലൈൻഡ് ആയിട്ട് ബോഡിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്യുന്നു. അതിൻ്റെ റെജുവിനേഷന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസസ് ചെയ്യുന്നു. നമ്മുടെ മൈൻഡിലേക്ക് വരുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിൽ എന്തെങ്കിലും ഇമോഷണൽ വൂൺസ് ഉണ്ടെങ്കിൽ അതിനെ ടേക്ക് കെയർ ചെയ്ത് അതിനെ ഹീല് ചെയ്യാൻ വേണ്ടി നമ്മൾ ടൈം കണ്ടെത്തുന്നു. ആൻഡ് ബ്രെത്ത് റെജുവിനേഷനിലൂടെ നമ്മുടെ ബോഡിക്കും മൈൻഡിനും ഒരു റിലാക്സേഷൻ കൊടുക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ എല്ലാ ഏരിയാസിനെയും നമ്മളിവിടെ മാക്സിമം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ പറയാം ഒരു ബയോ ഹാക്കിംഗ് മെത്തേഡ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ മെഡിറ്റേഷൻ, ന്യൂട്രീഷൻ, ബയോ ഹാക്കിംഗ്, അതുപോലെ തന്നെ ബ്രെത്ത് സയൻസ്, ഇതൊക്കെ തന്നെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സിലബസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സിലബസിനെ പറ്റി മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. ഡൗട്ട് ഉണ്ടോ ഏതെങ്കിലും ഏരിയ? മൊഡ്യൂൾ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഫൗണ്ടേഷൻ ഓഫ് മെഡിറ്റേഷൻ ആണ് പഠിക്കുക. ദെൻ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ മാസ്റ്ററി, ദെൻ കോൺഷ്യസ് അവയർനെസ് അല്ലെങ്കിൽ കോൺഷ്യസ് എക്സ്പാൻഷൻ, ബ്രെത്ത് വർക്ക് മാസ്റ്ററി, ബയോ ഹാക്കിംഗ് ആൻഡ് സൈക്കാട്രിക് ന്യൂട്രീഷൻ, അഡ്വാൻസ് ചക്ര സൈക്കോളജി, അതുപോലെ തന്നെ EFTയുടെ ബേസിക് കാര്യങ്ങളും കൂടി നിങ്ങളെ ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. ആൻഡ് ആർക്കൊക്കെയാണ് ഈ ഒരു കോഴ്സ് സ്യൂട്ടബിൾ എന്ന് ചോദിച്ചാൽ ആദ്യം പറഞ്ഞതുപോലെ സ്വയമേ ഹീലിംഗ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന ബ്ലോക്സ് തിരിച്ചറിഞ്ഞ് അതിനെ കറക്റ്റ് ചെയ്ത് ലൈഫിൽ ആ ഒരു ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നവരും ആ ഗ്രോത്ത് മറ്റുള്ളവരുടെ ലൈഫിൽ സാധ്യമാക്കി കൊടുക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർക്കുമാണ് ഈ ഒരു കോഴ്സ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതുപോലെ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു പീസ്ഫുൾനെസ് ലഭിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ ഇറ്റ്സ് ലിറ്റിൽ ഡിഫിക്കൽട്ട്.
അപ്പൊ എന്തുകൊണ്ടാ അത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട നിങ്ങളുടെ ക്വാളിഫിക്കേഷനോ പ്രയർ എക്സ്പീരിയൻസോ ഒന്നും മാറ്റർ അല്ല. എന്താണ് ഇവിടെ മെയിനായിട്ട് വേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങളെ സ്വയമേ ഹീൽ ചെയ്യാനും നമ്മുടെ ലൈഫിനെ ആ ഒരു ഗ്രോത്തിലേക്ക് എത്തിക്കാനുള്ള ഒരാഗ്രഹം, അതിനു വേണ്ടിയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കാൻ തയ്യാറാണ്. ഉണ്ടാകണം എന്നുള്ളതല്ല, ഉണ്ടാക്കാൻ തയ്യാറാണെങ്കിലും അതുപോലെ നിങ്ങൾ എന്ത് ബെനിഫിറ്റ് എടുക്കുന്നോ ആ ബെനിഫിറ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി പെർഫെക്റ്റ് ഫോർ യു. ഓക്കെ. അപ്പൊ ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, ഒന്ന്, ഇഗ്നിറ്റിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, അത് കിട്ടുന്നതായിരിക്കും. അക്കാദമി സർട്ടിഫിക്കേഷൻ, നിങ്ങൾ ഏതൊക്കെ ഏരിയയിലാണ് സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നത് എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള അക്കാദമി സർട്ടിഫിക്കറ്റും ഇഗ്നിറ്റിന്റെ ഡിപ്ലോമ ഇൻ ഇന്റഗ്രേഷൻ മെഡിറ്റേഷൻ എന്ന സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷണലി കമ്പൈൻ ചെയ്തിട്ട് ഒരു മെഡിറ്റേഷൻ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഫ്യൂച്ചറിൽ. അതുപോലെ വെൽനെസ് റിട്രീറ്റിലൊക്കെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സസ് എടുക്കാനും അവിടെ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യാനും വർക്ക്ഷോപ്പുകൾ, ഓഫ്ലൈൻ ആയിട്ടുള്ള വർക്ക്ഷോപ്സ്, റിട്രീറ്റ്സ്, ഇതൊക്കെ കണ്ടക്ട് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതിനൊക്കെ വേണ്ടുന്ന കരിയർ സപ്പോർട്ടും ഫോളോവിങ്സും അസിസ്റ്റൻസും ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ കംപ്ലീറ്റ്ലി ടാസ്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. വീക്ക്ലി അസസ്മെന്റ് ഉണ്ടാവും. നിങ്ങളെ ഒരു ഗൈഡഡ് ആയിട്ടുള്ള, ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള, കോൺഫിഡൻ്റ് ആയിട്ടുള്ള ട്രെയിനറായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള അസസ്മെന്റ് ഉണ്ടാവും. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ആ ഒരു ലൈഫ് സപ്പോർട്ടിങ്ങിന് ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഒരു മെയിൻ ആയിട്ട് പറഞ്ഞാൽ നമ്മളൊരു സർഫസ് ലെവലിലുള്ള ഒരു സാധാരണ ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ എന്നുള്ളതിനേക്കാളും ലിറ്റിൽ ഡീപ്പർ ആയിട്ട് കടന്നു ചെല്ലാനും ആ ഒരു സബ് കോൺഷ്യസ് ലെവലിലേക്ക് എത്തി ഒരു റീപ്രോഗ്രാമിങ്ങിന്റെ അനുഭവത്തിലൂടെ കടന്നു പോവാനും തയ്യാറായിട്ടുള്ളവർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് എന്ന് പറയാം. ഓക്കെ. അപ്പോ ഇതുമായിട്ട് പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിന്റെ ഡ്യൂറേഷൻ എത്രയാണ് മാഡം? കോഴ്സിന്റെ ഡ്യൂറേഷൻ 6 മന്ത് ആണ്. മന്ത് നിങ്ങൾക്ക് തിയറി ആണ് വരിക. വീക്ക്ലി 3 ക്ലാസ് ആണ്. ഓക്കെ. ടൈം നിങ്ങൾ വെക്കുന്നത് ഈ സമയം തന്നെയാ വരിക? 8 to 9 ആണ് തോന്നുന്നു. 8 to 9 ആയിരിക്കും. അപ്പോ നമ്മൾ മനസ്സിലാക്കി ഒരുപാട് കോഴ്സുകൾ നടക്കുന്നതുകൊണ്ട് നമുക്ക് ചിലതിലൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ വേറെ ആളുകളും വേറെ ഒരുപാട് കോഴ്സുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. പലതും പല സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇഗ്നിറ്റിന്റെ അണ്ടറിൽ ഒരു ചെറിയ എക്സാം ഉണ്ടായിരിക്കുന്നതായിരിക്കും. എക്സാം എന്നതിന് ചെറിയൊരു എക്സാം ഉണ്ട്. അതിനേക്കാളും ഓൺലൈൻ ആണ്. MCQ ആയിരിക്കും. മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള അസസ്മെന്റിലായിരിക്കും. അതായത് നിങ്ങൾ അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. തരുന്ന ടാസ്കുകൾ, കാരണം നിങ്ങൾക്കൊരു മെഡിറ്റേഷൻ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ആഗ്രഹമെങ്കിൽ അതിന്റെ എല്ലാ അസസ്മെന്റ്സും നമ്മൾ തരുന്നതായിരിക്കും. ബിഫോർ ഈ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ 2 ഇന്റൻഷൻ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത്. ഒന്ന്, നമ്മുടെ ഉള്ളിലുള്ള ബ്ലോക്കുകൾ മാറ്റി ആ ഒരു എക്സാക്ട് മെഡിറ്റേഷന്റെ എസെൻസ് എന്താണെന്ന് അനുഭവിക്കാം. നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ആ ഒരു പീസ്ഫുൾനെസ്, ക്ലാരിറ്റി, വിസ്ഡം, പ്രോപ്പർ ഡയറക്ഷൻ, ഈ ഒരു കാര്യങ്ങളെ പറ്റി തിരിച്ചറിഞ്ഞ്, ആൻഡ് ഐ വിൽ ഗിവ് എ ബോണസ് ടു യു, ഹീലേഴ്സിന്റെ ഉള്ളിൽ നമ്മൾ സീക്രട്ട് ആയിട്ട് കൊണ്ടുപോകുന്ന ചില മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഉണ്ട്. ആൻഡ് അറ്റ് ദ എൻഡ് ഐ വിൽ ടീച്ച്, അതും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും.
ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൽ പേഴ്സണലി അറ്റൻഡ് ചെയ്യുന്നവർക്ക് അറിയാം, നമ്മളത് ഒരു കോഴ്സ് പഠിച്ചു പോകുന്ന രീതിയിൽ ഞാൻ ആരെയും വിട്ട് കളയാറില്ല. മാക്സിമം അവരുടെ എല്ലാ കരിയർ സപ്പോർട്ടിനും കൂടെ നിൽക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. നിങ്ങളോടും എനിക്ക് പറയാനുള്ള കാര്യം അതാണ്. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഈ ഒരു മെഡിറ്റേഷൻ കമ്മ്യൂണിറ്റിയെ ടേക്ക് നിങ്ങളുടെ ഒരു കുടുംബമായിട്ട് കണ്ട് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും നിങ്ങളുടെ ലൈഫിൽ ഫെർദർ എന്ത് സപ്പോർട്ടും എന്തൊരു വിഷമം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് കാര്യങ്ങൾ സംസാരിക്കാനും ക്ലിയർ ചെയ്യാനും ഐ എം ഓൾവേസ് ദെയർ ഫോർ യു. ഓക്കെ, ഈ ഒരു കോഴ്സ് ഇപ്പൊ നിങ്ങൾ ഇതിൽ സംസാരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനുള്ള മടി കൊണ്ടായിരിക്കാം. നോ പ്രോബ്ലം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എനിക്ക് മെസ്സേജ് ചെയ്യാം, ഞാനത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ഫീ വരുന്നത് ഔട്ട് ഓഫ് വിമ്പിളിന് പുറത്തുള്ളവർക്കാണെങ്കിൽ 10,000, വിമ്പിളിൽ മറ്റു കോഴ്സുകളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ 9,000 ആണ് വരുന്നത്. ഞാൻ പറഞ്ഞു 4 month നിങ്ങൾക്ക് തിയറിയും 2 month പ്രാക്ടിക്കലുമാണ്. അതിൽ 1 day നിങ്ങൾക്ക് ഓഫ്ലൈൻ സെഷൻ ആയിരിക്കും. പറ്റുന്നവർക്ക് അത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇൻസ്റ്റാൾമെന്റ് അവൈലബിൾ ആണ്. 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീ അടക്കാവുന്നതാണ്. ആൻഡ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ, ഈ ഒരു എമൗണ്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്ത് നിങ്ങളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മെഡിറ്റേഷൻ ട്രെയിനർ ആകണമെന്ന് നിങ്ങൾ തീരുമാനിച്ച് എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഐ വിൽ ഗൈഡ് യു അറ്റ് ദ എൻഡ്. അവിടം വരെ ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ടിന് കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു കോഴ്സ് തുടങ്ങി എന്ന് ചോദിച്ചാൽ, വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്റൻഷ്യലി പഠിച്ചതോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനോ ആഗ്രഹിച്ച ഒരു മേഖലയായിരുന്നില്ല മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ബേസിക്കലി ഞാനൊരു അക്കൗണ്ടന്റ് ആയിരുന്നു. പക്ഷെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വന്നതിന്റെ ഭാഗമായിട്ട് ആ ജോലി റിസൈൻ ചെയ്തു. പിന്നെ കസ്റ്റമർ സർവീസിലേക്ക് മാറി. കസ്റ്റമർ സർവീസിലേക്ക് മാറിയതിന് ശേഷം പതുക്കെ മറ്റ് പല പ്രോബ്ലംസും ലൈഫിലേക്ക് വന്നു എന്നുള്ളതാണ്. ഞാനൊരു 4 years ബാക്ക് ഒരു പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു മെന്റൽ കണ്ടീഷനിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അവിടെ മുതൽ ഡിപ്രഷൻ്റെതായിട്ടുള്ള എല്ലാ വേഴ്സ്റ്റ് കണ്ടീഷനിലൂടെയും കടന്നുപോയൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ലൈഫിനെ പിക്ക് ചെയ്തെടുത്ത് കൊണ്ടുവന്നത് ത്രൂ ദിസ് മെഡിറ്റേഷൻ ആൻഡ് പ്രോപ്പർ ന്യൂട്രീഷൻ ആൻഡ് ഓൾ. അതുകൊണ്ട് തന്നെ വളരെ ഇഷ്ടത്തോടു കൂടി ഇത് എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാം എന്നുള്ളൊരു ആഗ്രഹത്തിലൂടെയാണ് ഞാൻ ഈ ഒരു പ്രൊഫഷനിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ഈ ഒരു വിമ്പിളിലേക്ക് എത്തിച്ചേരുന്നതും മെഡിറ്റേഷൻ ബേസ് ആയിട്ടുള്ള പല പല കോഴ്സുകൾ കണ്ടക്ട് ചെയ്തതും ഇന്ന് ഒരുപാട് ഇൻഡിവിജ്വൽ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്ത് വരുന്നുണ്ട്, ഗ്രൂപ്പ് സെഷൻസ് കൊടുക്കുന്നുണ്ട്. അലോങ് വിത്ത് എപ്പോഴും ഞാൻ എൻ്റെ മക്കളെന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഇപ്പം എൻ്റെ കൂടെയുള്ള പേഴ്സണൽ സെഷൻ എടുത്ത കുട്ടികൾ, അവർക്ക് ഇതേപോലെ മെഡിറ്റേഷൻ ട്രെയിനർ ആകണം എന്നുള്ള ആഗ്രഹങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കും തോന്നി അവർക്കും ആ ഒരു സീഡ് അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളതും, ദേ ആർ റിയലി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഇഷ്ടമുള്ളവരാണ് നമ്മുടെ കൂടെ കൂടിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് വേണ്ടി കൂടിയാണ് ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിന് റെക്കോർഡ് ഉണ്ട് കേട്ടോ, റെക്കോർഡിംഗ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇഷ്ടത്തോടു കൂടി വളരെ ആഗ്രഹത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രൊഫഷനാണ്. ഏറ്റവും കൂടുതൽ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടുന്ന സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാനും ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ആഗ്രഹിക്കുന്ന ഓരോരുത്തരെയും കൂടെ ചേർക്കാനായിട്ട് വളരെ താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ ഓൺലൈനായിട്ട് ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൂമ എന്നാണ് കമ്മ്യൂണിറ്റിയുടെ പേര് വരുന്നത്. ലൂമ വെൽനസ് കമ്മ്യൂണിറ്റി എന്നാണ് കമ്മ്യൂണിറ്റിയുടെ പേര് വരുന്നത്. ഒരുപാട് ഈ രീതിയിൽ മാനുഷികമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരെ കണക്ട് ചെയ്തുകൊണ്ട് വളർത്തിക്കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ താല്പര്യമുള്ളവർ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം. ആൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 19th
ജനുവരി 19th ആൻഡ് ഞാൻ എങ്ങനെയാണ് മെഡിറ്റേഷൻ പഠിച്ചതെന്ന് ചോദിച്ചാൽ ഹൗ ഡിഡ് യു ലേൺ മെഡിറ്റേഷൻ? യെസ്, അതൊരു ജെന്യൂൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളെ പഠിപ്പിക്കുന്ന ആളുടെ ക്രെഡിബിലിറ്റി എന്താണെന്ന് അറിയണം അല്ലേ? അത് നിങ്ങളുടെ ഒരു റൈറ്റ് ആണ്. യെസ്, ഞാൻ മെഡിറ്റേഷൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം 4.5 year കംപ്ലീറ്റ് ആയിട്ട് മെഡിറ്റേഷൻ ഫീൽഡിൽ തന്നെയാണ്. ഇനീഷ്യലി ഞാൻ തട്ടവ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യൻ ബേസിലാണ് ഞാൻ എല്ലാ മെഡിറ്റേഷനും പഠിച്ചിട്ടുള്ളത്. പല പല മെഡിറ്റേഷൻ സെന്റേഴ്സിൽ പല ടൈപ്സ് ഓഫ് മെഡിറ്റേഷൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ടാണ് തട്ടവ് മെഡിറ്റേഷനിലേക്ക് എത്തുന്നതും അവിടുന്ന് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ആണ് പഠിക്കുന്നത്. അവിടെ ഒരുപാട് ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞു. എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ സ്ട്രെസ് കൺട്രോളിനൊക്കെ തന്നെ എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയി. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ്റെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിലേക്ക് ആഡ് ആവുകയായിരുന്നു. അപ്പോൾ അത് പഠിച്ചു, സർട്ടിഫൈഡ് ആയി. അതിനുശേഷം സ്പിരിച്വൽ ലൈറ്റ് ധ്യാന കേന്ദ്ര എന്ന് പറയുന്ന മറ്റൊരു മെഡിറ്റേഷൻ കമ്മ്യൂണിറ്റിയുമായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് ഞാൻ ചക്ര ബേസ്ഡ് മെഡിറ്റേഷൻ, യോഗിക് മെഡിറ്റേഷൻ, മന്ത്ര മെഡിറ്റേഷൻ ഇതൊക്കെ പഠിക്കുന്നത്. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ടു വർക്ക് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് അലോങ് വിത്ത് ഐ കംപ്ലീറ്റ് തെറാപ്യൂട്ടിക്കൽ ന്യൂട്രീഷണൽ അഡ്വൈസർ കോഴ്സ്. കറൻ്റ്ലി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നാച്ചുറൽ ഡയറ്ററ്റിക്സ് ആണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ ലാസ്റ്റ് ഒരു 6 months മുന്നെയാണ് ഞാനൊരു അപ്ഡേഷൻ കോഴ്സും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വാസ് സ്പിരിച്വൽ കൗൺസിലേഴ്സ് ആൻഡ് ഹീലർ. കൂടാതെ ഒരു ബ്രെത്ത് വർക്ക് എക്സ്പേർട്ടും കൂടിയാണ്. ഇതൊക്കെ പഠിച്ചിരിക്കുന്നത് സ്പിരിച്വൽ ലൈറ്റ് ധ്യാന കേന്ദ്ര എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ ഇതിൻ്റെ അണ്ടറിലാണ്. കൂടാതെ മാനിഫെസ്റ്റേഷൻ ഒക്കെ പഠിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അവിനാശ് സിംഗ് എന്ന് പറയുന്ന പോപ്പുലർ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ കോച്ചാണ്. അദ്ദേഹത്തിൻ്റെ അണ്ടറിലാണ് മാനിഫെസ്റ്റേഷൻ പഠിച്ചത്. പിന്നെ EFT പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് ആകാശ് ഗ്രാഗ് എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ നമ്പർ 1 ആയിട്ടുള്ള ഒരു EFT പ്രാക്ടീഷണറാണ്. EFT ഗ്രാൻഡ് മാസ്റ്റർ ആണ്. ആളുടെ അണ്ടറിലാണ് EFT പഠിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇതിൻ്റെയൊക്കെ ഒരു കമ്പൈൻ വേർഷൻ ആയിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് സമയവും ഒരുപാട് ഫീസും ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്ത് പഠിച്ചിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് എല്ലാം കൂടി ഒന്നിനുള്ളിൽ കമ്പൈൻ ചെയ്തിട്ട് ഞാൻ തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ മാം ചാറ്റിൽ? യോഗ ഈസ് റിലേറ്റഡ് വിത്ത് ദാറ്റ്. ഇപ്പൊ മോസ്റ്റ് നമുക്ക് പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ ഈ ബോഡി മൂവ്മെന്റ്സിനൊക്കെ ഗ്രൗണ്ടിങ് എക്സസൈസിനൊക്കെ തന്നെ മോസ്റ്റ്ലി നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് യോഗ തന്നെയാണ്. അതുപോലെ തന്നെ ബ്രെത്ത് ആൻഡ് റെജുവിനേഷൻ എന്ന് പറയുമ്പോൾ മോസ്റ്റ് ബ്രെത്ത് വർക്ക് ഈസ് റിലേറ്റഡ് ടു യോഗ. ഓക്കെ, ഇപ്പൊ ഞാൻ കോഴ്സ് ചെയ്തിട്ടുള്ള ഏതൊക്കെയാണ് കമ്മ്യൂണിറ്റി എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്ന വേർഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഞാൻ അവിടുന്ന് പഠിച്ചിട്ടുള്ള മാസ്റ്ററീസ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ചക്രാസ് ആണെന്നുണ്ടെങ്കിലും മെയിൻലി അത് തന്നെയാണ്. അതിൻ്റെ കൂടെ അഡീഷണലി ആഡ് ചെയ്തിരിക്കുന്നത് സൈക്കാട്രിക് ന്യൂട്രീഷനും ബയോ ഹാക്കിങ്ങും ആണ്. ഇറ്റ്സ് മോസ്റ്റ്ലി റിലേറ്റഡ് ടു സയൻസ്. ഓക്കെ, അപ്പോൾ ഒരു കൊളാബറേഷൻ വേർഷനിലാണ് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. കാരണം നമുക്കറിയാം ബോഡി കൺട്രോളിലാണെങ്കിൽ മാത്രമേ നമുക്ക് മൈൻഡ് കൺട്രോളിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ അതിനെ കാണാനും ആക്സെപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് ഒരു കംപ്ലീറ്റ് റെജുവിനേഷനിലേക്ക് നിങ്ങളെ സ്വയമേ എത്തിക്കാനും അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, റെഡി അല്ലേ? മാഡം ഞാൻ ചോദിച്ചതേ എന്റെ ചോദ്യം കൂടെ ചോദിച്ചിരുന്നു. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. മാഡം, ഇത് നമ്മുടെ ഏതെങ്കിലുമൊക്കെ വേദം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹോളി ബുക്കായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഡിറൈവ് ചെയ്തതാണോ അതോ ശേഷമുള്ള ഈ ആചാര്യാസ് കണ്ടുപിടിച്ചതാണോ? ഈ ആയുർവേദ പോലെയുള്ള എവിടുന്ന് അതിന്റെ ഡെറിവേഷൻ എവിടുന്നാ വരുന്നത്? മോസ്റ്റ്ലി നമ്മളിപ്പോൾ ഒറിജിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്
ഈ ആ യോഗിക് ആക്ഷൻ ഫിലോസഫി, യോഗിക് ഫിലോസഫി, അതുപോലെ ഉപനിഷത്തുകളിൽ നിന്നാണ് അതെ എല്ലാ ആൻഡ് മെഡിറ്റേഷൻസും ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. അതിന്റെ ഒരു റൂട്ട് അല്ലെങ്കിൽ ഒറിജിൻ എന്ന് പറയുന്നത് ഇന്ത്യ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നിന്ന് പല കൺട്രീസിൽ അല്ല പല വേർഷൻസിൽ അത് പിക്ക് ചെയ്ത് കൊണ്ടുപോകുക, അല്ല ഒരു ഇൻകംപ്ലീറ്റ് വേർഷനിൽ ഇവിടുന്ന് പല സ്ഥലത്തേക്ക് അത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ സംസ്കാരത്തിന് ഓരോ കൾച്ചറിലേക്ക് പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് അതിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ യോഗയൊക്കെ പോലെ തന്നെ മെഡിറ്റേഷൻ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ അക്യൂപഞ്ചർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അക്യൂപ്രഷർ, അതെ അതെ ചൈനീസ് ഹെർബ്സുമായിട്ട് അല്ലെങ്കിൽ ഹെർബൽ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതേ ഒരു മെറിഡിയൻസും എനർജി സെന്റേഴ്സും ഒക്കെയാണ് നമ്മൾ ചക്രാസിൽ മെയിൻലി എംഫസൈസ് ചെയ്യുന്നത്. ഓക്കെ, അതെ പിന്നെന്ന് വെച്ചാൽ എന്ത് കാര്യം നമ്മൾ പഠിക്കുമ്പോഴും ഇപ്പോൾ എന്തുകൊണ്ട് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തു എന്ന് ചോദിച്ചാൽ എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിനൊരു ബാക്ക് റീസൺ, ഒരു എവിഡൻസും കൂടി കണ്ടുപിടിച്ച് പഠിക്കുക എന്ന് പറയുന്നത്. കാരണം നാളെ നമുക്കൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഓക്കെ ഫൈൻ, നിങ്ങൾ പറയുന്നത് ശരി, ഇത് സയന്റിഫിക്കലി അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് എന്ന് നിങ്ങളോട് നിർവചിക്കാൻ പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, വേണ്ടേ? അതെ അതെ യെസ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ന്യൂറൽ സയൻസിന് മെഡിറ്റേഷൻ എങ്ങനെയാണ്, എന്തൊക്കെ ചേഞ്ചസ് ആണ് നമുക്ക് വരുത്തുന്നത്, അത് നമ്മുടെ ശരീരത്തിലായിക്കോട്ടെ നമ്മുടെ ചിന്തകളിലായിക്കോട്ടെ എന്താണ് അത് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, അല്ലെ, നമ്മൾ ഈ ഒരു ഫീൽഡിൽ വരുന്ന സമയത്ത്. അപ്പൊ ആ ഒരു കാര്യം കൊണ്ടാണ് എല്ലാ ഏരിയയും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വെൻ സയൻസ് മെറ്റ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പോലെ ഒരു കമ്പൈൻഡ് വേർഷൻ കൊണ്ടുവന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ ഈ ഒരു ജേർണിയിൽ കുറച്ച് സമയം ട്രാവൽ ചെയ്തത് കൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളെ പറ്റിയും നമ്മൾ കാണുന്നുണ്ട് ഡയറക്റ്റ്ലി. എന്തൊക്കെ മിസ്ലീഡിങ് നടക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് വ്യക്തമായിട്ട് അറിയാം, അല്ലേ? ഈ ഒരു ജേർണിയിൽ പോകുന്നത് കൊണ്ട് എല്ലാ സ്ഥലത്തും രണ്ട് തരം മനുഷ്യന്മാരുണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും ചില പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങൾ വിശ്വസിക്കുമ്പോഴും അതിൻ്റെ റൂട്ട് എന്താണ് എന്നുള്ളത് ചിന്തിച്ചിട്ട് നാളെ അത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതല്ലെങ്കിൽ അത് കേൾക്കുന്ന ആൾ ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആയിപ്പോ. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആദ്യം ഇവിടെ നമ്മളെ കോഴ്സ് ചെയ്ത കുട്ടികൾക്ക് അറിയാം, ഫസ്റ്റ്ലി വി മോസ്റ്റ്ലി ഫോക്കസ് ഓൺ അവർ ഫിസിക്കൽ ബോഡി. ഫിസിക്കൽ ബോഡിയിൽ ഫോക്കസ് ചെയ്ത് അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യം പഞ്ചഭൂതാസിനെ പറ്റിയിട്ടാണ്. അവിടെ അതെങ്ങനെ കറക്റ്റ് ചെയ്യുന്നു, ഇൻ സ്പിരിച്വൽ സെൻസിൽ അതെന്താണ് ഉദ്ദേശിക്കുന്നത്, അതെങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യം നമ്മളവിടെ വ്യക്തമായിട്ട് പറയും. ദെൻ അതിൻ്റെ തന്നെ ഒരു സയന്റിഫിക്കൽ ആയിട്ടുള്ള കാര്യം, അതായത് പഞ്ചഭൂതാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭൂമി, ജലം, അതുപോലെ അഗ്നി, വായു, ആകാശ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെ? അപ്പൊ ഇത് ഓരോന്നും എങ്ങനെയാണ് നമ്മുടെ ഫിസിക്കൽ ബോഡിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഭൂമി, ഇറ്റ്സ് എലമെന്റ്സ്, നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എർത്തിലി എലമെന്റ്സ് കൊണ്ടാണ്. അപ്പൊ അതെന്താണ് എന്നുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കും. ഗ്രൗണ്ടിങ് എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ബെനിഫിറ്റ്സ് എന്താണ്. ദെൻ വി മൂവ് ടു വാട്ടർ, ജലം. നമുക്കറിയാം ഹൈഡ്രേഷൻ, പ്രോപ്പർ ഹൈഡ്രേഷന്റെ ആവശ്യം എന്താണ്, ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോൾ ബോഡിക്ക് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിന് അല്ലെങ്കിൽ ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ എന്താണ് അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഈ വാട്ടർ പ്യൂരിഫിക്കേഷന്റെ ഒരു എന്താണ് ഒരു രൂപമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ പറയും. ദെൻ വി മൂവ് ടു അഗ്നി. ഇറ്റ്സ് മോസ്റ്റ്ലി റിലേറ്റഡ് ടു യുവർ ഡൈജസ്റ്റീവ് സിസ്റ്റം. നമുക്കറിയാം ഗട്ട് ആൻഡ് ബ്രെയിൻ ആക്സിസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കേട്ടിട്ടുണ്ടാവും, അല്ലെ? ബൈ ഡയറക്ഷണൽ ഫങ്ഷൻ എന്ന് പറയും. ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ എന്താ പറ്റുക എന്നുള്ളത് നമുക്കറിയാം, അല്ലെ? സ്ട്രെസ് ഹോർമോണ്, കോർട്ടിസോള് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സ്ട്രെസ് കൂടുന്ന ആൾക്കാരിൽ എക്സസീവ് ബെല്ലി ഫാറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഡൈജസ്റ്റീവ് ഫയർ എന്താണ്, എങ്ങനെ അത് കൺട്രോൾ ചെയ്യാം, ബാലൻസിങ് ആയിട്ടുള്ള ടെക്നിക്ക് എന്താണ്, ഇതൊക്കെ നമ്മൾ അവിടെ പഠിക്കും. ദെൻ എയർ, അവിടെ നമ്മൾ ബ്രെത്ത് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു മാസ്റ്ററി ലെവലിൽ തന്നെ ബ്രെത്ത് വർക്ക് മാസ്റ്ററി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്.
അത് കഴിഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ പോലെ മൈൻഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സബ് കോൺഷ്യസ് ലെവലിലാണ് പോകുന്നത്. അതായത് ഓരോ ചക്രാസിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. റൂട്ട് ചക്രനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഫിയറുമായിട്ട് ബന്ധപ്പെട്ട കുറേ ബ്ലോക്സ് അവിടെ പഠിക്കാനുണ്ട്. ലിസ്റ്റ് ഓഫ് ബ്ലോക്സ്, പ്ലെന്റി ഓഫ് കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അങ്ങനെ ഓരോ ചക്രാസിലും എന്താണ് അതിൽ അലൈൻമെന്റിൽ മിസ്റ്റേക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ലൈഫിനെ അത് എങ്ങനെ ബാധിക്കുന്നു, ഫിസിക്കലി അത് നിങ്ങളെ എത്രത്തോളം ഇമ്പാക്റ്റ് നിങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, 1 by 1 ആയിട്ട് അവിടെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഫസ്റ്റ്ലി മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സെൽഫ് ഹീലിംഗിലാണ്. എന്തുകൊണ്ടാണ് ഞാൻ അത് എംഫസൈസ് ചെയ്ത് പറയുന്നതെന്ന് വിചാരിച്ചാൽ, നമുക്കറിയാം ഹീലിംഗ് എന്ന് പറയുന്നത് അഡ്വൈസ് കൊടുക്കുന്നത് പോലെ അത്ര ഈസിയല്ല. നമ്മൾ അത് സ്വയമേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളിലൂടെ അത് മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതും വളരെ കമ്പാഷനേറ്റ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് കൊടുക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. സോ ആ ഒരു രീതിയിൽ നിങ്ങളെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. കൂടാതെ ഒരു മെഡിറ്റേഷൻ ട്രെയിനറായി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ എനർജി പ്രൊട്ടക്ഷൻ, ഓറ ക്ലെൻസിങ് എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ബൗണ്ടറി സെറ്റിംഗ് എന്ന് പറയും സൈക്കോളജിക്കലി. ഓക്കെ, നമുക്കൊരു എത്തിക്കൽ ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഒരു ഇമോഷണൽ ഡ്രെയിനേജ് ഇല്ലാതെ, അല്ലെങ്കിൽ ഇമോഷണലി നമ്മളൊരു ലീക്കേജ് ഇല്ലാതെ, എനർജി ലീക്കേജ് ഇല്ലാതെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പ്രാക്ടീസസ്, ഇതൊക്കെ കവർ ചെയ്തിട്ടാണ് അതിനെ നമ്മൾ ട്രെയിനേഴ്സ് ധർമ്മ എന്ന് പറയും. അതുപോലെ മെഡിറ്റേഷന്റെ പ്രൊഫഷണൽ സ്കിൽസ് ആയിട്ടുള്ള വോയിസ് മോഡുലേഷൻ, സെഷൻ കണ്ടക്ട് ചെയ്യാനുള്ള സ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് വെബിനാർസ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഹെൽപ്പിംഗ് കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഒരു മെഡിറ്റേഷൻ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിനും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ തരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും മെഡിറ്റേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണമെങ്കിലും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു തരാൻ സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ കോഴ്സിന്റെ കാര്യങ്ങൾ. അപ്പൊ വ്യക്തമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പറഞ്ഞു. നമ്മളെ കേൾക്കുന്നുണ്ടോ മാഡം? കേക്കാം. നമ്മള് മെഡിറ്റേഷൻ, നിങ്ങളൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവുമല്ലോ, മെഡിറ്റേഷൻ ഗ്രൂപ്പ് തന്നെ ഉണ്ടാവില്ലേ, വലിയൊരു സൊസൈറ്റി ഉണ്ടാവും. അപ്പൊ ഇവരൊക്കെ നമ്മളെ ഇപ്പൊ സിക്നെസ്, നമ്മളെ ഈ അസുഖങ്ങൾ ഉണ്ടല്ലോ, ഇപ്പൊ ജീവിതശൈലി രോഗങ്ങൾ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതുപോലെയുള്ള അപ്പൊ നിങ്ങൾ ഫിസിക്കലായിട്ട് അതിന്റെ ഒപ്പം പറഞ്ഞല്ലോ, ഫിസിക്കലി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ പിന്നെ ഒരുപാട് ആളുകൾ ഹീല് ചെയ്ത് മരുന്ന് കുടിക്കുന്നതിനോടൊപ്പം തന്നെ ചെറിയ രൂപത്തിൽ ഹീൽ ചെയ്ത് വരുന്ന ആളുകൾ ഉണ്ടാവും അല്ലേ? അത് ചില ആളുകളുണ്ടല്ലോ ഇതൊക്കെ ചെയ്തിട്ട് മരുന്നൊക്കെ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ കാര്യമായിട്ട് നമ്മളെ സൈക്കോളജിക്കൽ ലെവലിലുള്ള ഒരു മാറ്റം വരുത്താനല്ലേ ഇത് കാര്യമായിട്ട് ഉതകുള്ളൂ അല്ലേ? ഒപ്പം തന്നെ നമ്മളെ കമ്മ്യൂണിറ്റിയില് മെഡിറ്റേഷൻ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട്, ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ ആദ്യം അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു, ഇതിലേക്ക് തിരിഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലെ ഫിസിക്കലി ആയിട്ട് പിന്നെ പല അസുഖങ്ങൾക്കും ഇതിൽ കിട്ടിയിട്ടുണ്ടോ, അതോ അതൊരു പിന്നെ തോട്ട് മാത്രമേ ഉള്ളൂ? ഫിസിക്കലി എന്ന് ഉദ്ദേശിക്കുമ്പോ ഏതാണ്? ഇപ്പൊ ഞാൻ കേസിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാം, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഫിസിക്കലി എന്ന് പറഞ്ഞാൽ BP നമുക്ക് എന്തായാലും കുറക്കാൻ പറ്റും, ബ്ലഡ് പ്രഷർ കുറക്കാൻ പറ്റും, നമുക്ക് മനസ്സിന് സമാധാനം കിട്ടുമ്പോൾ. ആ സമാധാനം തന്നെ കിട്ടുമ്പോൾ നമുക്ക് ഷുഗറും കുറക്കാൻ പറ്റും. ടെൻഷനാണല്ലോ, ഷുഗർ കൂടാൻ ടെൻഷൻ കാരണമാവുന്നുണ്ട്. ഒപ്പം തന്നെ കൊളസ്ട്രോളും മറ്റു കാര്യങ്ങളും ഒക്കെ യോഗ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ അതിന്റെ ഒപ്പം ഇത് ചെയ്യുമ്പോൾ, അതിന്റെ ഒപ്പം കൂടി ചെയ്യുമ്പോൾ അവിടെയും കിട്ടും അല്ലെ, കൊളസ്ട്രോളും മറ്റു കാര്യങ്ങളും ഒക്കെ. അതുപോലെ നമ്മളിപ്പോ വലിയ അസുഖങ്ങൾ ഉണ്ടല്ലോ, ഇപ്പൊ ക്യാൻസർ പോലെയുള്ള ഇതൊക്കെ ഹീൽ ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ കഥകളിലൊക്കെ വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്ത് സുഖപ്പെടുത്തി എന്നൊക്കെ ചിലപ്പോൾ കേൾക്കാറുണ്ട്. ചില ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മറ്റു കമ്മ്യൂണിറ്റി എന്നൊക്കെ, ക്രിസ്ത്യൻ പേരിട്ട് പറയല്ല കേട്ടോ, അങ്ങനെയൊക്കെ നമ്മളത് ഹീൽ ചെയ്തു, മെഡിറ്റേഷനിലൂടെ ഹീൽ ചെയ്തു. അതൊരു വേറെ രൂപമാണ് ആ മെഡിറ്റേഷന്റെ. ധ്യാന കേന്ദ്രം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ഒന്ന് പല റീസൺസ് ഉണ്ട്, അത് ഞാൻ വ്യക്തമാക്കി തരാം.
ഇപ്പൊ ഞാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റെക്കി എന്ന് പറയുന്ന ഒരു മൊഡാലിറ്റി. റേക്കി കേട്ടിട്ടുണ്ട്. അതെ റേക്കി കേട്ടിട്ടുണ്ട്. ഞാനത് സെക്കൻഡ് ലെവല് കംപ്ലീറ്റഡ് ആണ്, സർട്ടിഫൈഡ് ആണ്. ഓക്കെ, അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ റെക്കി എടുത്തതിന് ശേഷം ഒരുപാട് ചേഞ്ചസ് ലൈഫിൽ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ ഓവറോൾ ഒരു എനർജി ലെവലിൽ ഒരുപാട് ഡിഫറൻസ് തോന്നുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടിയതുപോലെ, ഒരു കോൺഫിഡൻസ് വന്നതുപോലെ ഒക്കെ നമുക്ക് തോന്നും. കൂടാതെ ഇറ്റ്സ് എ എനർജി. നമുക്കറിയാം നമ്മൾ എന്ന് പറയുന്നതും ഒരു എനർജി ആണ് എന്നുള്ളത് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ് അല്ലേ? അതെ. അതുപോലെ നമ്മുടെ ഓരോ ഇമോഷൻസിനനുസരിച്ചും നമ്മുടെ ഇമോഷണൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി ചേഞ്ച് ആകുന്നുണ്ട് എന്നുള്ളതും നമുക്കറിയാം അല്ലേ? ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, ഓ ഇന്ന് ഞാൻ പോകാനിരുന്ന ബസ് പോയി എന്ന് തോന്നുന്നു എന്ന് നിങ്ങൾ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, നിങ്ങൾ പോകാനിരിക്കുന്ന ബസ് വരികയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ ഒരു ഫീലിങ്സ് ഉണ്ടാവുക? ഒരു സന്തോഷം തോന്നും അല്ലേ? തോന്നൂലേ? അതേസമയം നിങ്ങൾ എന്ത് ചെയ്യാണ്, മറ്റൊരു ദിവസം വളരെ കോൺഫിഡന്റ്, ഓ ബസ് വരും എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ദിവസം അറിയാണ് ഇന്ന് ആ ബസ് ഇല്ല. അപ്പൊ എന്ത് ഫീൽ ചെയ്യും? അപ്പോ നമുക്ക് ഈ ഇമോഷൻസ് മാറാൻ വേണ്ടി പ്രത്യേകിച്ച് വലിയ റീസൺസോ അല്ലെങ്കിൽ എന്താണ് കുറെ സമയമോ ഒന്നും ആവശ്യമില്ല അല്ലെ? നമ്മുടെ ഫ്രീക്വൻസി പെട്ടെന്ന് ഷിഫ്റ്റ് ആവുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പൊ പറയുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞു, നമ്മൾ ഹീലേഴ്സ് ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അത് ശരിക്കും അതിന് പറയുന്നത് ക്വാണ്ടം ജമ്പിങ് എന്ന് പറയും. കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ക്വാണ്ടം ജമ്പിങ് എന്ന് പറയും. ശരിക്കും വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഫ്രീക്വൻസി ആൽഫ ബീറ്റ സ്റ്റേജിൽ നിന്ന് ആൽഫ തീറ്റ എന്ന് പറഞ്ഞ രീതിയിൽ മെഡിറ്റേഷൻസിലൂടെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് എടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഈ ക്വാണ്ടം ജമ്പിങ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞതുപോലെ എല്ലാം എനർജിയാണ്. ഇതേപോലെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ചില ഹെൽത്ത് ഇഷ്യൂസ്, ഒരിക്കലും ഞാൻ ബ്ലൈൻഡ് ആയിട്ട് ഒരു കാര്യത്തിന് വിശ്വസിക്കണം എന്ന് പറയില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കാറുമില്ല. അതിന് പിന്നില് പല റീസൺസ് ഉണ്ട്. ഒന്ന്, സൈക്കോളജിക്കലി നമ്മുടെ ബ്രെയിനിന് വീണ്ടും വീണ്ടും കൊടുക്കുന്ന, ഇപ്പൊ ക്രിസ്റ്റൽസ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഇന്റൻഷ്യലി നമ്മളത് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളിൽ ഒരു ഫീലിങ്സ് ഉണ്ടാവുകയാണ്, ഞാൻ എന്താവും, ഹീൽഡ് ആവും അല്ലെ? നമ്മുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ശരിക്കും അവിടെ വർക്കൗട്ട് ആവുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ പറയുന്ന എനർജി ഹീലേഴ്സ് ദേ ആർ ട്രെയിൻഡ്. അവരതിനു വേണ്ടി ട്രെയിൻ ചെയ്തിട്ട് എന്താണ് അവരുടെ ഇപ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലാവും, ചില ആളുകൾ നമ്മളെടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ വി ഫീൽ വെരി ലോ എനർജി. എന്നാൽ ചില ആൾക്കാരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ വി ഫീൽ വെരി സേഫ് ആൻഡ് സെക്യൂർഡ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായതുപോലെയും അല്ലെങ്കിൽ ഒരുപാട് ഒരു പോസിറ്റീവ് എനർജി കിട്ടിയതുപോലെയൊക്കെ നമുക്ക് തോന്നും. അതെന്തുകൊണ്ടായിരിക്കും? ആ പേഴ്സണ് ഒരു ഓറയുണ്ട് അല്ലെങ്കിൽ ഒരു എനർജി ഫീൽഡ് ഉണ്ട്. ലൈക്ക് ഈ റെക്കിയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നവർ അത്രമാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് അത്രയും പ്രാക്ടീസ് ചെയ്ത് മനസ്സിനെ അത്രയും കമ്പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും മെജോറിറ്റി. അപ്പൊ അവരുടെ കൂടെ ഹീലിംഗിലേക്ക് വരുന്ന ഓരോരുത്തർക്കും അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടും എന്നുള്ളതാണ്. ത്രൂ അവരുടെ ആ ഒരു ഇമോഷണൽ സപ്പോർട്ട്, ആ ഒരു എനർജി എന്താണ് ഫ്രീക്വൻസിയിലുള്ള ആ ഒരു മാച്ചിങ്, ഇതൊക്കെ ഒന്നിച്ച് കൊളാബറേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് വി ക്യാൻ ഹീൽ മെനി തിങ്സ്. അപ്പോ മെഡിറ്റേഷൻ ചെയ്തത് കൊണ്ട് ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തിരുന്ന് നമ്മൾ ഇതിങ്ങനെ ചെയ്തത് കൊണ്ട് എല്ലാം മാറും എന്ന് ഞാൻ പറയില്ല. ഇതിന് പിന്നിൽ പ്രോപ്പർ ആയിട്ട് ഓരോ കാര്യങ്ങൾ, ഇപ്പം എനിക്ക് ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു, 3rd ഗ്രേഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഈ പറയുന്ന റെക്കി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അലോങ് വിത്ത് ദാറ്റ് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും? ഡയറ്റ് പ്രോപ്പറായിട്ട് നോക്കി, വർക്ക്ഔട്ട്സ് പ്രോപ്പർ ആയിട്ട് ഉണ്ടാവും, സ്ട്രെസ് കൺട്രോൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ? അങ്ങനെ എല്ലാ അതുകൊണ്ട് ഈ കോഴ്സിന് കൊടുക്കാനും കാരണം എന്താണ്?
ഇന്റഗ്രേഷൻ. ഇപ്പൊ നമ്മുടെ പേഴ്സണൽ സെഷന് ഞാൻ കൊടുത്തിരിക്കുന്ന പേര് എറ്റേണൽ ഹാർമണി എന്നാണ്. എറ്റേണൽ ഹാർമണി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ ബിറ്റ്വീൻ മൈൻഡ്, ബോഡി, സോൾ. എൻ്റെ അടുത്ത് ജോയിൻ ആവുന്ന പേഴ്സണൽ സെഷന് ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും വന്ന ഉടനെ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ് ബേസിക് ടെസ്റ്റുകൾ. ഓക്കെ, കാരണം അവര് ഹെൽത്ത് കണ്ടീഷൻ എന്ന ഒരു ബേസിക് ആയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചില ആൾക്കാരെ നമ്മൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ക്ലാസ് എടുക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ടയർഡ്നെസ് തോന്നുക, ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുക, നമ്മൾ പറയുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാതിരിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതവർ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതല്ല, വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നതല്ല, അവർക്കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് അല്ലേ. അപ്പൊ ആ റീസൺ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് ഈ ഒരു രീതിയിൽ പ്ലാൻ ചെയ്തത്. നമ്മൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അവർക്ക് എല്ലാ രീതിയിലും അവരുടെ ബോഡിക്കും മൈൻഡിനും സോളിനും വേണ്ടിയിട്ടുള്ള റിജുവിനേഷൻ കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു വെൽ ട്രെയിനറായിട്ട് ഇറങ്ങണം. ഇപ്പം നിങ്ങളൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആണെങ്കിലും സൈക്കോളജിസ്റ്റ് ആണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾക്ക് കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ ഞാനിവിടെ സൗദി അറേബ്യയിലാണുള്ളത്. സൗദി അറേബ്യയിലാണുള്ളത്. എന്റെ വിഷയം വെച്ചാല് പിന്നെ ഇവിടെ അറബി ഉണ്ട് കേട്ടോ. ഒരു അറബി ലേഡി നിങ്ങൾക്കറിയാലോ, യോഗ പഠിച്ച് അറബികളുടെ ഇടയിൽ നിന്ന് യോഗ പഠിച്ചിട്ട് ഇവിടെ ലോക ആയുർവേദ ദിനത്തില് നല്ലൊരു പ്രസന്റേഷൻ ഒക്കെ വന്നിരുന്നു. വേൾഡ് ആയുർവേദ ദിനത്തില് ഞങ്ങൾ ഇവിടെ കൗൺസിലേറ്റില് ഒരു പ്രോഗ്രാം വെച്ചു. അപ്പൊ ഈ ലേഡി നല്ലൊരു പ്രസന്റേഷൻ നമ്മുടെ ഇന്ത്യയുടെ നമ്മുടെ പിന്നെ ഈ വേദങ്ങളെയൊക്കെ സംബന്ധിച്ചുള്ള പഠനം നടത്തിയിട്ടുണ്ട്. ആ ലേഡി ഒരു അറബി മുസ്ലിം ലേഡിയാണ് അത്. അപ്പൊ എല്ലാത്തിന്റെയും ഉത്ഭവം ഒന്നാണല്ലോ, എല്ലാ വേദങ്ങളുടെയും എല്ലാത്തിന്റെയും പിന്നെ തുടക്കം പോയി കഴിഞ്ഞാൽ എല്ലാം ഒന്നാണ്, എല്ലാ മതങ്ങളും. ഇവിടെ സ്പിരിച്വൽ എന്ന് പറയുന്ന സ്പിരിച്വൽ ജേണിയില് അങ്ങനെ ഒരു റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇവിടെ ഇല്ലല്ലോ. അതെ അതെ, അല്ല അതൊക്കെ അല്ല, അത് ആണെങ്കിലും അതൊക്കെ ഒറിജിനൽ ഒന്നാണ്, ഇതിന്റെ ഒറിജിൻ ഒന്നാണ്. എന്റെ ചോദ്യം അതല്ല, നമ്മൾക്ക് ഈ ജോലി ഉണ്ടാവും ഈ സമയത്ത്, നമ്മൾ ഈ ക്ലാസ്സിന്റെ സമയത്തൊക്കെ ഞാനിവിടെ ജോലിയിലായിരുന്നു. അങ്ങനെയാണെങ്കിലും നമ്മൾ ജോലിന്റെ ഇടയിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. നമുക്ക് അതിന്റെ റെക്കോർഡർ കിട്ടുമല്ലോ അല്ലേ? റെക്കോർഡിംഗ് കിട്ടും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡയറക്ട്ലി നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളും അതിന്റെ ഇടയിൽ ആളുകൾ ചോദിക്കുന്ന സംശയങ്ങളൊക്കെ നമ്മൾ ആ റെക്കോർഡറിൽ ഉണ്ടാവുമല്ലോ അല്ലേ? ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചിട്ടാണ് റിപ്ലൈ തരാൻ മാക്സിമം നോക്കിയിട്ടുള്ളത്. കാരണം ചാറ്റിങ് ചിലപ്പോൾ റെക്കോർഡിങ്ങിൽ വരാറില്ല. ആ ചാറ്റിങ് വേണ്ട, എന്നാലും അതിന്റെ റിപ്ലൈ നിങ്ങൾ കൊടുക്കുമല്ലോ. ജനങ്ങൾക്ക് വരുന്ന സംശയമാണല്ലോ. ഏതെങ്കിലും സംശയം വരുമ്പോൾ അത് നമ്മൾ ഇനി അഥവാ നമ്മൾ എന്തെങ്കിലും ഇതിൽ എൻഗേജ് ആയില്ലേ, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ എൻഗേജ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോ വെക്കുന്നതും ഇപ്പോൾ ഓൺലൈനാകുമ്പോഴൊക്കെ ഒരേ മാതിരിയാണല്ലോ ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ സംശയം നേരിട്ട് ചോദിക്കാന്നുള്ളതാണ്, എന്നാലും നമുക്ക് പിന്നീട് കേൾക്കാലോ. ഓക്കെ മാഡം, ഞാൻ സമയം ഒരുപാട് പറഞ്ഞിട്ടേ ഞാൻ മറ്റാളുകളുണ്ട് അവിടെ, 10-13 ആളുകൾ കേൾക്കുന്നുണ്ട്. അവർക്ക് ദേഷ്യം. അത് എന്തെങ്കിലും ആ ഒരു രീതിയിൽ റെക്കോർഡിംഗ് കേൾക്കുന്ന ദിവസം ഏതെങ്കിലും ഏരിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ഗ്രൂപ്പില് നിങ്ങൾ നമ്പർ ഉണ്ടാവും. അതെ, അപ്പൊ അതെ അതിൽ ചോദിച്ചാൽ മതിയല്ലോ, സംശയം തീർക്കാൻ. ഓക്കെ ഓക്കെ ഓക്കെ, ചേരാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഓഫ്ലൈൻ കോഴ്സ് മാം, ഓഫ്ലൈൻ ആയിട്ട് സെഷൻ എടുക്കുന്നെന്ന് പറയുന്നത് അത് എന്താണ് ഉദ്ദേശിച്ചത് ആക്ച്വലി നമ്മുടെ ഈ കോഴ്സിൽ ചേരുമ്പോൾ? ഓഫ്ലൈൻ ആയിട്ട് എന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്കൊരു എല്ലാവർക്കും മീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഒന്നാമത്തത്. അതെങ്ങനെ വേണം, ഏത് മന്ത് വേണം എന്നുള്ളത് നമുക്ക് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരുടെ കൺവീനിയൻസിനും അനുസരിച്ച് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അത് ഒരു തവണയെന്നല്ലേ? അത് ഇപ്പം അക്കാദമിയിൽ വെച്ച് നടത്തണം എന്നാണ് വിചാരിക്കുന്നത്. അത് കൂടാതെ മറ്റെന്തെങ്കിലും റിട്രീറ്റ് പോലെ നടത്താൻ, അത് സാധാരണ അങ്ങനെ നടത്തേണ്ടതാണ്. അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്ഡോർ വെച്ചത് സെറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. കാരണം അതൊരു എക്സ്പീരിയൻസ് ആണ്.
ഓക്കെ, നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. ഓൺഗോയിങ് മുന്നോട്ട് പോകുന്ന സമയത്ത് എല്ലാവരുടെ കൺവീനിയൻസിനും അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കും ഡൗട്ട് ഇല്ലേ? എന്നാ നമുക്ക് ക്ലോസ് ചെയ്യാം അല്ലേ? ഡൗട്ട് ഇല്ലെങ്കിൽ ഓക്കെ അല്ലേ? താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Thank you, ma'am. താങ്ക് യു. Thank you. ഗുഡ് നൈറ്റ്.